പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് 2 ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ഈ വരാനിരിക്കുന്ന തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണ്. ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, അതായത് കോറായിട്ടുള്ള 2 ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും, അതായത് 2024-ലും 2023-ലെയും മോഡൽ എക്സാമും മാർച്ചിലെ പരീക്ഷയ്ക്കും ഒക്കെ എല്ലാത്തിനും ചോദിച്ച ചോദ്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് ഇത്. ഈ ക്ലാസ്സിന് ഒരു അല്പം ലെങ്ത് ഉണ്ടാവും. നമ്മൾ സാധാരണ 30 മിനിറ്റ് ക്ലാസ്സുകളാണ് ഇടാറുള്ളത്. പക്ഷെ ഇത് ഇത്തിരി ലെങ്ത് ഉണ്ടാവും. 2 ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അരിത്മെറ്റിക് സീക്വൻസും ജോമെട്രി ആൻഡ് അൽജിബ്രയും ചേർന്നാണ്. അപ്പൊ ഞാനും ലിപ്സൺ സാറും ചേർന്നാണ് നമുക്ക് ഈ ചാപ്റ്ററുകൾ എടുത്തു തരുന്നത്. നമുക്ക് വളരെ ഗംഭീരമായി ഈ ക്ലാസ് നിങ്ങൾ കാണണം, വാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2024 മാർച്ച് പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ 2024 മാർച്ചിലെ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ ചോദ്യം, മലയാളം മീഡിയംകാർക്ക് ഞാൻ മലയാളം ക്വസ്റ്റ്യൻ പറയും, ഇതിനെ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയാം. ദ സീക്വൻസ് ഓഫ് ദ പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ ആൻഡ് സോ ഓൺ ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററുകൾ അരിത്മെറ്റിക് സീക്വൻസിലാണ്. ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററുകൾ, ഇതൊരു സ്ക്വയർ ആണ്, ഈ സ്ക്വയറിന് 1 സെന്റിമീറ്റർ ആണ് അതിന്റെ ഒരു സൈഡ്. ഇത് മറ്റൊരു സ്ക്വയർ ആണ്, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. ഇത് വേറൊരു സ്ക്വയർ ആണ്, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയുള്ള ഈ 3 സ്ക്വയറുകളുടെയും പെരിമീറ്റർ എന്തിലാണ്? അരിത്മെറ്റിക് സീക്വൻസിലാണ്. അപ്പോ ഈ 3 പേരുടെയും ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റൈറ്റ് ദ സീക്വൻസ് എന്നാണ്. ഇത് 1, ഇതിന്റെ ഒരു വശം 1 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. 3 സ്ക്വയർ ഉണ്ട്, 3 സമചതുരങ്ങളുണ്ട്. ഒന്നാമത്തവന്റെ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് പെരിമീറ്റർ, ഒന്നാമത്തവന്റെ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു സൈഡ് 4 ഇൻറ്റു 1 4 ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തവന്റെ പെരിമീറ്റർ കിട്ടി, പെരിമീറ്റർ 1 കിട്ടി. ഇനി പെരിമീറ്റർ 2, രണ്ടാമത്തവന്റെ പെരിമീറ്റർ എടുക്കാം. അതായത് 4 ഇൻറ്റു സൈഡ് ആണ്, 4 വശങ്ങളുണ്ട്. അപ്പം 4 ഇൻറ്റു ഒരു വശം, 4 ഇൻറ്റു 2 8 ആണ്. മൂന്നാമത്തവന്റെ പെരിമീറ്റർ കിട്ടണം. അപ്പൊ മൂന്നാമത്തെ എവനാണ്? മൂന്നാമത്തവന്റെ പെരിമീറ്റർ കിട്ടാൻ 4 ഇൻറ്റു അവന്റെ വശം, അപ്പൊ 12. അപ്പൊ ഇതിന്റെ സീക്വൻസ് എങ്ങനെയാ? 4, 8, 12 എക്സെട്ര എന്നാണ് ആ സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ അവസാനിക്കുന്നു. ക്ലിയർ ആണ്? ഓക്കെ, വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം. കോമൺ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം കോമൺ ഡിഫറൻസ് ഇസ് ഇക്വൽ ടു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം T2 എന്നോ സെക്കൻഡ് ടേം എന്നോ എഴുതാം, മൈനസ് T1 ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് വേർഡിൽ എഴുതാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത്. is equal to 8 minus 4, that is equal to 4. ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഇത്രയും എഴുതിയാൽ മതി മക്കളെ, നമുക്ക് അതിന്റെ മാർക്ക് അങ്ങ് പോരും. ഓക്കെ, 2024 മാർച്ച് പരീക്ഷയിലെ ആദ്യ ചോദ്യം ഇതാണ് എന്നുള്ളതാണ്. ഇനി അതേ പരീക്ഷയിൽ തന്നെ 2024 മാർച്ചിലെ പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്നും അരിത്മെറ്റിക് സീക്വൻസിൽ നിന്നും ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ എൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4n + 1. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എൻഡ് ടേം തന്നിട്ടുണ്ട്. എൻഡ് ടേമിന് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? xn = 4n + 1 ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എൻഡ് ടേം തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ എൻഡ് ടേമിനകത്ത് n എന്ന് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം 1 എന്ന് കൊടുക്കുക. അപ്പോ n ഇവിടെ എക്സിന്റെ ഇവിടെ ഇവിടെ ഈ n ന്റെ ഇവിടെ 1 കൊടുക്കുക. 1 = 4 × 1 + 1. 4 × 1 എത്രയാ? 4. 4 1 എത്രയാ? 5. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് നമുക്ക് 2 എന്ന് കൊടുക്കാം. n കാണുന്ന പ്ലേസിലെല്ലാം ഈ അൽജിബ്രായിക് ഫോമിൽ n കാണുന്ന പ്ലേസിലെല്ലാം 2 കൊടുക്കാം. 4 × 2 + 1. അപ്പൊ എത്ര കിട്ടുക? 9. ഇനി 3 കൊടുത്തു നോക്കാം, x3. അപ്പോ നമുക്ക് എന്ത് കിട്ടും എന്ന് നമുക്ക് നോക്കാം. 4 × 3 + 1. ഈ കാണുന്ന n എന്ന് പറയുന്ന ആ പ്ലേസിലേക്ക് നമ്മൾ 3 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോ 12ഉം 1ഉം 13 എന്ന് കിട്ടി. ഇനി റൈറ്റ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം.
ഇതാണ് ഇതിലെ സെക്കൻഡ് ടേം, ഇതിലാണ് ഇതിലെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. സോ ദ ആൻസർ ഈസ് 4 എന്ന് കിട്ടി. ഇതാണ് ഇതിനകത്തെ എന്താ പറയുക, ഇതിനകത്തെ ഒരു ചോദ്യം, എ എന്ന് പറയുന്ന ചോദ്യം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അൽജിബ്രായിക് എക്സ്പ്രഷനിൽ n കാണുന്ന പ്ലേസിൽ 1 കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, 2 കൊടുത്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി, 3 കൊടുത്തപ്പോൾ തേർഡ് ടേം കിട്ടി. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x1 എന്താണെന്ന് ചോദിച്ചാൽ 4 × 1 + 1 = 5. അവിടെ ആ ജോലി കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്ടൈൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 4. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഓരോ ടേമിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ കിട്ടുക? ഇതിനകത്ത് ഒരു ടേം എടുക്കാം 5. ഈ 5നെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് അല്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ഡിവൈഡഡ് ബൈ 4, 4 ശിഷ്ടം 1. റിമൈൻഡർ എത്രയാണ് കിട്ടുക? 1. കണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ നമുക്ക് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ മാർക്ക് അങ്ങ് പോകും. അപ്പൊ നമുക്ക് ഈ 2 ക്വസ്റ്റ്യന്റെ മാർക്ക് നമുക്ക് ഇങ്ങ് കിട്ടി, നമുക്ക് ഇങ്ങ് പോന്നു. അപ്പോ ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം ഈ പരീക്ഷയിൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ചാൻസസ് ഓഫ് മാത്തമെറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററിലെ 2 ചാപ്റ്ററാണ്. നമുക്ക് ഈ ക്ലാസ് അസറ്റാണ്, ഈ ക്ലാസ് മുതലാണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 8, 14, 20. ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഒരു ടേം ആണോ 25 എന്ന് പരിശോധിക്കാൻ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തെ കോമൺ ഡിഫറൻസ് എടുക്കുക. ഈ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരുന്നു. 8, 14, 20 ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എടുക്കുക. ഈ കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ 14 - 8 എത്രയാ കിട്ടുക? 6 എന്നല്ലേ? അല്ലെ? ഇതിലെ ഓരോ ടേമും 8 എന്ന് പറഞ്ഞ ടേമിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. ഇതിലെ ഓരോ ടേമിന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? റിമൈൻഡർ 2 കിട്ടും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഈ എല്ലാ നമ്പറുകൾക്കും ആ പ്രത്യേകത ഉണ്ട്. 8, 14, 20 എല്ലാത്തിന്റെ പ്രത്യേകത കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടും. ഇവിടെ അവൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 25 ഇതിനകത്തൊരു ടേം ആണോ? നമുക്ക് 25നെ നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 പ്രാവശ്യം 6, 4, 24. റിമൈൻഡർ 1 വന്നില്ല. അപ്പൊ നമ്മൾ എഴുതണം therefore 25 ഇതിനകത്തൊരു പദമല്ല. ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ടേം അല്ല. ബിക്കോസ് എന്താ കാരണം? ഇറ്റ് കോൺ ഗീവ്, ഇതെന്ത് നൽകുന്നില്ല? ഇറ്റ് കോൺ ഗീവ് 2 റിമൈൻഡർ when divided by 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നില്ല. ഇതിനകത്തെ എല്ലാ ടേമുകളുടെയും പ്രത്യേകത കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നുണ്ട്. 8, 14, 20 ഇതെല്ലാം നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നുണ്ട്. 25 അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ടേം അല്ല. ചെക്ക് ഇഫ് 144 ഇതിനകത്ത് 144 ഒരു ടേം ആണോ നോക്കണം. രണ്ടാമത്തെ ചോദ്യം അവർ പറയുന്നു. ബി ക്വസ്റ്റ്യൻ എടുക്കാം. ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. 144 നമുക്ക് 144നെ ഇതുപോലെ 6 കോമൺ ഡിഫറൻസ് ആയി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 തവണ 12, 2, 24. ഇവിടെ 4 പ്രാവശ്യം 24. റിമൈൻഡർ 0. റിമൈൻഡർ 2 വന്നില്ല. ഇത് ചെക്ക് ഇഫ് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. നോ. അവിടെയും ഇതേ ആൻസർ എഴുതണം. എന്താണ്? 144നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നില്ല. 2 റിമൈൻഡർ വന്നാലേ ഇതിനകത്ത് ടേം ആകാൻ പറ്റുള്ളൂ. കാര്യം പിടികിട്ടിയോ? ഓക്കെ. അടുത്തത് പ്രൂവ് ദാറ്റ് there are no perfect squares in the sequence. ഈ സീക്വൻസിനകത്ത് ഈ സീക്വൻസ് 8, 14, 20 ഈ ടേമുകളുടെ പ്രത്യേകത എന്താ മക്കളെ? ഈ ടേമുകളുടെ പ്രത്യേകത ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നുണ്ട്.
എല്ലാ ടേമിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഈ 1 പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1, 4, 9, 16, 25 ഇതൊന്നും ഇതിനകത്ത് ഇല്ല, ഇതിനകത്ത് വരത്തില്ല. എന്തുകൊണ്ടാ? ഈ പെർഫെക്റ്റ് സ്ക്വയറിനെയൊക്കെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരൂല. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഡസ് നോട്ട് ഗീവ് 2 റിമൈൻഡർ വെൻ ഡിവൈഡഡ് വിത്ത് 6. വെൻ ഡിവൈഡഡ് ബൈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നൽകുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. പെർഫെക്റ്റ് സ്ക്വയർ ഇതിനകത്ത് ടേം ആവൂല. കാര്യം പിടികിട്ടിയോ? 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുമോ? വരൂല. 16നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുമോ? വരത്തില്ല. അതുകൊണ്ട് ഈ സീക്വൻസിന്റെ പ്രത്യേകത ഇതിനകത്ത് എല്ലാ ടേമുകളെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരണം. ക്ലിയർ ആണ്. ഇനി നമുക്ക് അതേ പരീക്ഷയിൽ, അപ്പൊ 4 ചോദ്യങ്ങളാണ് ആ പരീക്ഷയിൽ 2024 കഴിഞ്ഞ പ്രാവശ്യത്തെ മാർച്ച് പരീക്ഷയിൽ ചോദിച്ചത്. അപ്പോ അതിനകത്ത് ഓപ്ഷൻ വരും. ദ തേർഡ് ടേം ഓഫ് an arithmetic sequence is 26. 8th ടേം is 61. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം 26. 8th ടേം തന്നിട്ടുണ്ട്. T8 തന്നിട്ടുണ്ട് 61. ഒന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോ ദ തേർഡ് ടേം ഓഫ് an arithmetic sequence is 26. 8th ടേം is 61. അപ്പോ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ d is equal to നമുക്ക് തന്നിരിക്കുന്ന ടേമുകളെ ഞാൻ ഈ ഒരു സൈഡിലോട്ട് ഒരു ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിടുകയാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് തേർഡ് ടേം തന്നിട്ടുണ്ട്. T3 26ഉം T8 8ാമത്തെ ടേമും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ പഠിച്ചിട്ടുള്ളത്? ഡിഫറൻസ് ഇൻ ടേംസ് അല്ലെ, ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. ടേംസുകളുടെ ഡിഫറൻസ് 61 - 26 ഡിവൈഡഡ് ബൈ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 8 - 3. 61 26 കുറയ്ക്കുക, 61 - 26 കുറയ്ക്കുക. അപ്പം ഇവിടെ നമുക്ക് കുറയ്ക്കുമ്പോൾ ഇവിടെ 5 കിട്ടും. 11 6 പോയാൽ 5 കിട്ടും, 35 കിട്ടും. 35 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. 7 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, അപ്പൊ 7 ആണ് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. തേർഡ് ടേം ഓഫ് an arithmetic sequence is 26. അവർ പറഞ്ഞിട്ടുണ്ട് B. എനിക്ക് നമുക്ക് ഫസ്റ്റ് ടേമിലോട്ട് എത്തണം. B എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തേർഡ് ടേം കിട്ടാൻ എന്താ വഴി? A+2D അല്ലെ? അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. തേർഡ് ടേം അവർ 26 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തേർഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോ ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ് നമുക്ക് അറിഞ്ഞൂടാ. A ആണ്. ഈക്വൽ ടു D2D നമുക്കറിയാം. 2 × D അവിടെ ഉണ്ട് 7 26. അപ്പൊ A കണ്ടുപിടിക്കാൻ A ഈക്വൽ ടു 2 × 7 എത്രയാ? 14 അല്ലേ? 26 - 14. 26 - 14 എത്രയാന്ന് കിട്ടും? 26 നിന്ന് 14 നമുക്കൊന്ന് കുറച്ച് നോക്കാം. 26 - 14 നമുക്ക് 12 എന്നല്ലേ കിട്ടുക? 12. സോ ഇതിനകത്ത് ഫസ്റ്റ് ടേം എത്രയാണ്? 12. ക്ലിയർ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദ അൽജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ്. അൽജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? xn is equal to f പ്ലസ് അല്ലെങ്കിൽ x1 പ്ലസ് n - 1 × d. ഈ ഫോമിൽ എഴുതണം അല്ലെ? എന്നിട്ട് നമുക്ക് അൽജിബ്രായിക് എക്സ്പ്രഷൻ കൊടുക്കാം. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട് 12 ആണ്. 12 പ്ലസ് n - 1 × d. d എന്ന് പറഞ്ഞാൽ 7. ഇനി 12 പ്ലസ് 7 × n 7n 7 × -1 -7. ഈ 7n എടുത്ത് ആദ്യം എഴുതാം 7n. ഈ 12ന് 7 കുറയ്ക്കാം 5. സോ അൽജിബ്രായിക് എക്സ്പ്രഷനും കിട്ടി. നമുക്ക് അൽജിബ്രായിക് എക്സ്പ്രഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇനി ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്. ഇതിനെ ആദ്യത്തെ എത്ര ടേമിന്റെയാ?
15 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തോന്നാ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, 15ാമത്തെ ടേം അല്ലെ? 15ാമത്തെ ടേം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 15 ഇതിൽ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ഇത് ചെയ്യാൻ 15ാമത്തെ ടേം നമ്മുടെ കയ്യിലില്ല. 15ാമത്തെ ടേം കിട്ടാൻ ഈ അൾജിബ്രായിക് എക്സ്പ്രഷനിൽ n കാണുന്നിടത്ത് 15 കൊടുത്താൽ മതി. 7 ഇൻറ്റു 15 പ്ലസ് 5 കണ്ടോ? 7 ഇൻറ്റു 15 75 അല്ലേ? 15 അല്ല 75 അല്ല, 7 ഇൻറ്റു 15 എത്രയാണെന്ന് നമുക്ക് നോക്കണം. 7 ഇൻറ്റു 15 നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 7 ഇൻറ്റു 15 ഓക്കെ, 5 3 105 കിട്ടും അല്ലെ? 105 കിട്ടും. 105. അപ്പോ 105 ആണ് 7 ഇൻറ്റു 15. 105 5 എത്രയാ? 110 കിട്ടും. അപ്പോ ഇത് 110 ആണെന്ന് കിട്ടി. ഫസ്റ്റ് ടേം ഉണ്ട്, ടേംസിന്റെ എണ്ണം 15 ആണെന്നുണ്ട്. 15/2 ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 12, മറ്റത് 110. ഓക്കെ, ഈ രണ്ടും നോക്കൂ, ഈ 15/2 അതുപോലെ ഇരിക്കട്ടെ. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാൻ 15/2. ഇനി ഈ 12ഉം 110ഉം കൂടി കൂട്ടണം. 110ഉം 12ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 122 കിട്ടും അല്ലെ? ഈ രണ്ടും ഇതും കൂടെ വെട്ടുന്നു 61 തവണ. അപ്പൊ 15 ഇൻറ്റു 61 എത്രയാന്ന് നോക്കിയാൽ മതി. 15 ഇൻറ്റു 61, 15 ഇൻറ്റു 61 ആണ് ഇവിടുത്തെ സമ്മ് എന്ന് പറഞ്ഞാൽ അത് 900 എത്ര എന്നാ കിട്ടുക? 915 എന്ന് കിട്ടും. 915 ആണ് 15 ഇൻറ്റു 61. ഓക്കെ, ഇത് വലിയ മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 5 മാർക്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 5 മാർക്കിന് കഴിഞ്ഞ 2024 മാർക്സ് എല്ലാവർക്കും അറിയാലോ. അൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ. സമ്മ് കണ്ടുപിടിക്കാൻ അറിയാലോ. വേറൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം അവർ ചോദിക്കാൻ നമ്മുടെ അടുത്ത് പോണില്ല. അങ്ങനെ അരിത്മെറ്റിക് സീക്വൻസിനകത്ത് അങ്ങനത്തെ ചോദ്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ആ മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ്. നല്ല പോലെ ഈ ചോദ്യങ്ങൾ തന്നെ, ഈ ചോദ്യങ്ങൾ അറിഞ്ഞുകൂടാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. 915 എങ്ങനെയാണ് അവിടെ ലാസ്റ്റ് കിട്ടിയത് എന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൺസിഡർ. ഇവിടെ ഇത് മോഡൽ എക്സാം ആണ്. 2024 മാർച്ച് കഴിഞ്ഞു. ഇത് മോഡൽ എക്സാമിന്റെ ചോദ്യമാണ്. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21. ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം, രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം. ഇപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുകയാണ്. 11 മൈനസ് 1. സോ ദ ആൻസർ ഈസ് 10. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ 10ാമത്തെ പദം എത്രയാണ്? 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ x 10 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ f എന്നോ x1 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. n-1 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ടേം 10 അല്ലേ? 10ൽ നിന്ന് 1 കുറയ്ക്കുക, 9. d എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് 9 × 10 90, 91, 91. ഇതാണ് ഉത്തരം. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ മോഡൽ എക്സാം 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇനി ഇതിനകത്ത് രണ്ടാമതായി ചോദിച്ചത്, അതായത് മോഡൽ എക്സാമിന് 2024 മോഡൽ എക്സാമിന് രണ്ടാമത് ചോദിച്ചത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ അൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. xn = 3n-2 എന്ന് അൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ n കാണുന്ന ഇടങ്ങളിലെല്ലാം 1 കൊടുക്കണം. അപ്പം 1, 3 × 1 - 2. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 50 ടേംസ്. ഇനി ആദ്യത്തെ 50 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആദ്യം നമ്മൾ എഴുതണം. s = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 50ാമത്തെ ടേം ലാസ്റ്റ് ടേം. കണ്ടോ, ഇതാണ് സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. = 50 ടേം അല്ലേ മൊത്തത്തിലുള്ളത്? 50/2. ഫസ്റ്റ് ടേം 1 ആണ്, 1 പ്ലസ് 50ാമത്തെ ടേം വേണം. 50ാമത്തെ ടേം വേണമെങ്കിൽ നമുക്ക് അൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്, ടേമുകളുടെ അൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. xn = 3n-2. ഇതില് 50 കൊടുക്കുക, ഇവിടെ 50 കൊടുക്കുക. അപ്പൊ x 50 = 3 × 50 - 2. 3 × 50 എത്രയാ? 150. 150ൽ നിന്ന് 2 പോയാൽ 148. 148 കിട്ടുന്നു. ഓക്കെ, ഇനി ഈ 2ഉം ഈ 50ഉം കൂടെ വെട്ടിപ്പോകുന്നു 25 പ്രാവശ്യം. അപ്പോൾ 48, 148 ഒന്നും എത്രയാ? 149 കിട്ടും അല്ലെ? അപ്പോൾ
ഇവിടെ 25 ഇൻറ്റു 149. ഇനി 149 ഇൻറ്റു 25, 9 5 45, 5 ശിഷ്ടം 4, 2 4 5 20, 24 24, 4 ശിഷ്ടം 2, ഇവിടെ 7, ഇവിടെ 18 8 ശിഷ്ടം 1 9 2, ഇവിടെ 5 2 ശിഷ്ടം 1 17 7 ശിഷ്ടം 1 3725 ഉത്തരം. 3725 ഇവിടുത്തെ സമം. മൾട്ടിപ്ലൈ ചെയ്ത പാർട്ടെല്ലാം ശരിയാണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ 3725 ഈ ചോദ്യത്തിന്റെ ഉത്തരമായി കിട്ടുക. ഇനി 2024 മോഡൽ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 16. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 16 ആണ്. അപ്പം മൂന്നാമത്തെ ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? x3 എന്ന് എഴുതും അല്ലെ? ഓക്കെ, 16 തന്നിട്ടുണ്ട്. 21ാമത്തെ ടേം എന്ന് പറയുന്നത് 124 ആണ്. 21നെ നമ്മൾ എങ്ങനെ എഴുതും? x21 = 124. കണ്ടോ, ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇതിനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേമുകളുടെ ഡിഫറൻസ് എടുക്കുക. 124 - 16. വലിയ പൊസിഷനിലെ ടേമിൽ നിന്നും ചെറിയ പൊസിഷനിലെ ടേം കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ പൊസിഷനുകളെ കുറച്ച് എഴുതുക. 21 - 3. അപ്പൊ 124 നിന്ന് 16 കുറയ്ക്കണം. 124 നിന്ന് 124 - 16. അപ്പോ 8, പിന്നെ ഇവിടെ ഒരു 0, 108 കിട്ടുക. ഓക്കെ, 124 നിന്ന് 16 കുറച്ചാൽ ബാക്കി നമുക്ക് 108 കിട്ടും. 108 118 ശരിയാണ്. ഡിവൈഡ് ബൈ 21 നിന്ന് നമ്മൾ 3 കുറയ്ക്കുന്നു, 18. ഇനി നമുക്ക് ഇതിനെ കൂടെ നമുക്ക് വെട്ടിപ്പോവും അല്ലെ? വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 9 നമ്മൾ 2 കൊണ്ടാണ് വെട്ടിയത്. ഇവിടെ 54 കിട്ടും. 9 54 കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് ഇതിനെ 9നെയും 54നും കൂടെ വെട്ടാം. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ മൂന്നാമത്തെ ടേം ഉണ്ട്. മൂന്നാമത്തെ ടേം എത്രയാ? 16. ഈ 16ൽ നിന്നും ഒരു തവണ ഡി കുറച്ചാൽ നമുക്ക് രണ്ടാമത്തെ ടേമിലേക്ക് എത്താൻ പറ്റും. രണ്ടാമത്തെ ടേം എത്താൻ 16ൽ നിന്ന് 6 കുറച്ചാൽ മതി, 10. ഇനി ആദ്യത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ ആ 10ൽ നിന്ന് ഒരു തവണ കൂടി കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ഉത്തരം 4. ഫസ്റ്റ് ടേം 4 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 280? ഇതാ കണ്ടോ, 280 ഈ അരിത്മെറ്റിക് സീക്വൻസിലുണ്ട്. അവന്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയണം. ഇക്വേഷൻ xn = a + n - 1 × d. ഇതില് ഈ പൊസിഷനിൽ 280 കൊടുക്കുക. നമുക്ക് 280ന്റെ പൊസിഷൻ ആണ് അറിയേണ്ടത്. പൊസിഷൻ അറിയണമെങ്കിൽ ഈ ഇക്വേഷനിൽ xn എന്ന് കാണുന്നിടത്ത് 280 പ്ലേസ് ചെയ്യണം. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, 4 ആണ്. 4 കൊടുക്കുക. പ്ലസ് n - 1 തുടരുത്, n - 1 അതുപോലെ എഴുതുക. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇനി ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ +4 ഇപ്പുറത്ത് വരുമ്പോൾ -4 ആവും. അങ്ങനെ 280 ഈ 4 ഇപ്പുറത്ത് വരുമ്പോൾ 280 നിന്ന് 4 കുറയ്ക്കേണ്ടി വരും. ഇത് +4 ആണ്. സമത്തിന്റെ അപ്പുറത്ത് വരുമ്പോൾ -4 ആവും. 276 ആവും. ഇനി = n - 1 × 6. ഈ × 6 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 6 ആവും. അപ്പൊ n - 1 = 276/6. ഈ 6ഉം ഇതും കൂടെ വെട്ടിപ്പോവും. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 പ്രാവശ്യം 24 ആണ്. ബാക്കി 36, 46 കിട്ടും. കണ്ടോ, n - 1 = 46 എന്ന് അവസാനിക്കും. ഇനി n = ഈ -1നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 46 + 1, ഉത്തരം 47 എന്നാണ് നമുക്ക് കിട്ടുക. 47 ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരമായി. അതായത് ഇതിനകത്തെ 47 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 280 എന്ന് പറഞ്ഞ ടേം ഇതിനകത്തുണ്ട്, ഈ അരിത്മെറ്റിക് സീക്വൻസിലുണ്ട്. അതിന് അവന്റെ 280ന്റെ പൊസിഷനാണ് 47. ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം മോഡൽ എക്സാമിലെ 2024 മോഡൽ എക്സാമിന്റെ അടുത്തൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഇതിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. എപ്പോഴും അൽജിബ്രായിക് എക്സ്പ്രഷനും സമ്മും ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ അത് നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ഇതിനകത്ത് എന്ത് ചോദിക്കുമെന്ന് നമ്മൾ അറിയണ്ടേ അല്ലെ? നമ്മളൊരു പരീക്ഷ എഴുതാൻ പോവല്ലേ, അപ്പൊ നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വാട്ട് ഈസ് ദ അൽജിബ്രായിക് എക്സ്പ്രഷൻ? അൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ xn = a +
n-1 ഇൻറ്റു ഡി. കണ്ടോ, അൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് n-1 അതുപോലെ എഴുതുക. ഡി എന്ന് പറഞ്ഞാൽ 4. ഇനി നമ്മൾ 5 പ്ലസ് 4 ഇൻറ്റു n എത്രയാ 4n, 4 ഇൻറ്റു -1 എത്രയാ -4. ഇനി ഇതിന് എഴുതുമ്പോൾ 4n, ഈ 5ൽ നിന്ന് 4 കുറച്ചാൽ 1 കിട്ടും. ഇതാണ് അൽജിബ്രായിക് എക്സ്പ്രഷൻ. അത്രേ ഉള്ളൂ. അൽജിബ്രായിക് എക്സ്പ്രഷൻ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? അറിയാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഓക്കെ, വാട്ട് ഈസ് ദ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്? ആദ്യത്തെ n ടേമുകളുടെ സമ്മിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ. സമ്മിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ s is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം, അല്ലെ, ഫസ്റ്റ് ടേം x1 പ്ലസ് എത്ര ടേമിന്റെ n ടേമിന്റെ, അല്ലെ, x1 പ്ലസ് xn. ആദ്യം ഇക്വേഷൻ എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ n കാണുന്ന സ്ഥലം, ഇനി ഇതിനകത്ത് n ടേംസിന്റെ സം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഫസ്റ്റ് ടേമിന്റെ അവിടെയും അതേപോലെ ആ x1 എന്നും xn എന്നൊക്കെ തന്നെ എഴുതണം. എന്താണ് ചെയ്യുന്നത് നോക്കിക്കോണം. സമ്മിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം സമ്മിന്റെ ഇക്വേഷൻ എഴുതണം. ഈ n/2 അവിടെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ n/2 തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ടേം x1 ഇതല്ലേ, അല്ലെ, x1 ഇതാണ്. അപ്പം x1ന്റെ അവിടെ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ്? 5 അല്ലേ, 5 എഴുതുക പ്ലസ്. ഇനി ലാസ്റ്റ് ടേം നമുക്ക് അറിഞ്ഞൂടല്ലോ, ലാസ്റ്റ് ടേം അറിയാത്തത് കൊണ്ട് ഇതങ്ങ് എടുത്ത് എഴുതുക 4n-1 അല്ല പ്ലസ് 1. ലാസ്റ്റ് ടേം ഇതാണ് കേട്ടോ, ഇതങ്ങ് എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, n/2 ഇൻറ്റു ഈ 4n അങ്ങ് ആദ്യം എഴുതാം. എന്നിട്ട് ഈ 5 ഒന്നും കൂടെ കൂട്ടിയിട്ട് 6 എന്ന് എഴുതാം. എഴുതാം. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ളതിനെ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ളതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 6. ഈ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ n². ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 3n. അല്ലേടാ, ഇങ്ങനെയല്ലേ കിട്ടുക, അല്ലെ? ഇത് 2 പ്രാവശ്യമല്ലേ, അപ്പൊ 2n² എന്നല്ലേ കിട്ടുള്ളൂ. 2n² പ്ലസ് 3n. ഇതാണ് സമ്മിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അത് മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിനകത്ത് സി പാർട്ടിലേക്ക് വരാം. ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ സി പാർട്ടാണ്. സം കണ്ടുപിടിക്കണം 20 ടേംസിന്റെ. ഇപ്പൊ 20 ടേംസ് ആണെങ്കിൽ ആദ്യം ഇക്വേഷൻ എഴുതുക, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ 20 ടേംസ് അല്ലേ ഉള്ളൂ. 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാ? 5 അല്ലേ. ഈ അൽജിബ്രായിക് എക്സ്പ്രഷന്റെ ഫസ്റ്റ് ടേം 5 ആണ്. 5 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേം ആണ്. 20ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഈ എക്സ്പ്രഷനിൽ, അൽജിബ്രായിക് എക്സ്പ്രഷനിൽ 20 കൊടുത്താൽ മതി. x20 സമം 4 ഇൻറ്റു 20, 4 ഇൻറ്റു 20 പ്ലസ് 1 81 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 81 എഴുതാം. ഇനി s is equal to ഈ 2ഉം 20ഉം കൂടെ വെട്ടിപ്പോകുന്നു 10 പ്രാവശ്യം. 81ഉം 5ഉം 86 അല്ലേ. ഓക്കെ, എന്നിട്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു 860. സോ ദ ആൻസർ ഈസ് 860. ക്ലിയർ അല്ലേ? 2024 മാർച്ചും മോഡൽ എക്സാമും ഇവിടെ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് 2023 ഇതേപോലെ പരീക്ഷ നടന്നിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും വെറൈറ്റി ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തിരക്കി പോവാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ 2023 മാർച്ച് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. 7, 13, 19 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? എന്റെ പൊന്നുമക്കളെ, ഇതിനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എന്നാണ്, അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. 13 7 കുറച്ചാൽ മതി. 13 7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 13 7 കുറച്ചാൽ ഉത്തരം 6 അല്ലെ? ആണ്. ഇനി നമുക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? 11ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോ x11 ആണ് കണ്ടുപിടിക്കേണ്ടത്. 11ാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേം പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലേ? ആണ്. ഫസ്റ്റ് ടേമിന്റെ കൂടെ 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 11ാമത്തെ ടേം കിട്ടും. അപ്പോ ഫസ്റ്റ് ടേം 7 ആണെന്ന് ക്വസ്റ്റ്യനിൽ കാണാം. 7 പ്ലസ് കോമൺ ഡിഫറൻസ് 6 ആണെന്നും കാണാം. 10 ഇൻറ്റു 6 10 ഇൻറ്റു 6 എത്രയാ? 60. 60 7 എത്രയാ? 67.
ക്ലിയർ ആണ്. 11ാമത്തെ ടേം 67 ആണ്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമുക്ക് ആ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതായത് മാർച്ചിലെ 2023 ചോദിച്ച ചോദ്യമാണ്. 6th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 6ാമത്തെ ടേം തന്നിട്ടുണ്ട് 46. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം ഏതാണ്? 16ാമത്തെ ടേം ആണ് വേണ്ടത്. എൻ്റെ പൊന്നു പിള്ളേരെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് എത്രാമത്തെ ടേമാ? 6ാമത്തെ ടേമാ. 6ാമത്തെ ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടേമിന്റെ കൂടെ 5 തവണ ഡി ഗുണിക്കണ്ടേ വേണം. ഫസ്റ്റ് ടേമിന്റെ കൂടെ 5 തവണ ഡി ഗുണിച്ചാലാണ്, എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് A+5D ആണ് 46. ഇതിൽ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഡിയുടെ അവിടെ നമുക്ക് 8 എന്ന് എഴുതാം. A+5 × 8 = 46. 5 8 40 അല്ലേ? അപ്പൊ A = 46 - 40. സോ ദ ആൻസർ ഈസ് 6. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ടേം കിട്ടി. അപ്പൊ നോക്കി സാറേ, ഫസ്റ്റ് ടേം അല്ലല്ലോ ചോദിച്ചത്, 16ാമത്തെ ടേം അല്ലേ? ആണ്. പക്ഷെ 16ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ 15 തവണ ഡി കൂട്ടിയാൽ മതി. അപ്പോ ഫസ്റ്റ് ടേം 6 ആണ്, അതിനാണ് നമ്മൾ 6 കണ്ടുപിടിച്ചത്. പ്ലസ് 15 × ഡി എത്രയാ? 8. അപ്പോ 15 × 8 എത്രയാ? 15 × 8 8 15 8 5 40 അല്ലെ? 0 ശിഷ്ടം 4 120. 120 6 എത്രയാ? 126. ഇതിനകത്ത് 16ാമത്തെ ടേം എത്രയാന്ന് ചോദിച്ചാൽ 126 ആണെന്ന് കിട്ടും. നമ്മൾ ഇതിനകത്ത് 21ാമത്തെ ഫൈൻഡ് ഇറ്റ്സ് 21st ടേം ചോദിക്കുന്നുണ്ട്. 21st ടേം 16ാമത്തെ ടേം തന്നു. അപ്പോ ഒരു തവണ 16ാമത്തെ ടേമിന്റെ കൂടെ അതായത് T16 അല്ലെങ്കിൽ X16 എന്ന് പറയാം. ഒരു തവണ ഡി കൂട്ടിയാൽ 17ാമത്തെ ടേമിലെത്തും. ഒരു തവണ കൂടി ഡി കൂട്ടിയാൽ 18ാമത്തെ ടേമിലെത്തും. ഒരു തവണ കൂടി ഡി കൂട്ടിയാൽ 19ാമത്തെ ടേമിലെത്തും. ഇങ്ങനെ നമ്മൾ ഡി കൂട്ടിക്കൊണ്ടേയിരിക്കണം. 16ാമത്തെ ടേമിന്റെ കൂടെ ഡി കൂട്ടിയാൽ, ഒരു തവണ ഡി കൂട്ടിയാൽ 17 18 19 20 21. അതായത് 16ാമത്തെ ടേമായ 46നോടൊപ്പം നമ്മൾ 1 2 3 4 5 തവണ ഡി. 5 ഡി എത്രയാ? 5 8 40 കൂട്ടിയാൽ അപ്പൊ നമുക്ക് 86 കിട്ടും. ഇതാണ് ഇതിനകത്തെ 21ാമത്തെ ടേം. അപ്പൊ 21ാമത്തെ ടേം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 21ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി. X21 = A+20D. A എന്ന് പറഞ്ഞാൽ എത്രയാ? A 6 ആണ്. 6 + 20 × ഡി എത്രയാ? ഡി 8 ആണ്. അപ്പോ 80 6 86. ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ ആണ്. അപ്പൊ ആ ചോദ്യവും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 7 ടേമുകളുടെ സം 140 ആണ് എങ്കിൽ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് അതിനകത്ത് 11 ടേമുകളുടെ സം 440 ആണ് എങ്കിൽ ഇതിനകത്ത് ഫോർത്ത് ടേം എത്രയാണ്? ഇതിനകത്ത് ഫോർത്ത് ടേം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എന്റെ പൊന്നു പിള്ളേരെ, 7 ടേമിന്റെ നടുക്ക് നോക്കൂ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. 7 ടേമിന്റെ നടുക്കത്തെ ടേമാണ് ഫോർത്ത് ടേം. അപ്പൊ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ, അതായത് 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സം എത്രയാണ്? 140. 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ഇതിനകത്ത് 4ാമത്തെ ടേം 20 ആണ്. ശ്രദ്ധിക്കേണ്ടത്, മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ സം എന്ന് പറയുന്നത് 140 ആണ്. നമ്പർ ഓഫ് ടേംസ് 7 ആണ്. സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20 കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യം, 6ാമത്തെ ടേം ഏതാണെന്നാണ്. എന്റെ പൊന്നു പിള്ളേരെ, 11 ടേമുകളിൽ നടുക്കത്തെ ടേമാണ് 6ാമത്തെ ടേം. 11 ടേമുകളുടെ സമ്മ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ നിന്ന് 6ാമത്തെ ടേമിനെ കണ്ടുപിടിക്കാൻ സമ്മ് 440, ടേമുകളുടെ എണ്ണം 11, 8 4 40. സോ 6ാമത്തെ ടേം 40 ആണ്. ഇനി നമ്മുടെ ചോദ്യം ഇതിനകത്ത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ്. കോമൺ ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ്. നമുക്ക് ഇതിനകത്ത് 2 ടേമുകൾ തന്നിട്ടുണ്ട്.
ഏതൊക്കെ ടേമാ തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. 7ാമത്തെ ടേം ഉണ്ട്, അതേപോലെ തന്നെ 11ാമത്തെ ടേമും ഉണ്ട്, 440. ഇവിടെ കോമൺ 2 ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടേമുകൾ, ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. ഇങ്ങനെ 2 ടേം വന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് കാണുന്നുണ്ട്. അപ്പം ടേമുകളുടെ ഡിഫറൻസ് എടുക്കുക, 440 - 140 ഡിവൈഡ് ബൈ ടേം, ഇതിന്റെ പൊസിഷനുകളുടെ ഡിഫറൻസ് എടുക്കുക, 11 - 7. 440 നിന്ന് 140 കുറച്ചാൽ 300. 11 നിന്ന് 7 കുറയ്ക്കുക, 11 നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 11 - 7 എന്ന് പറഞ്ഞാൽ 4 അപ്പൊ 300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 കിട്ടും. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 75 ആയിരിക്കും. 440 നിന്ന് 140 കുറയ്ക്കുമ്പോൾ 300 കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടാം. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ് അല്ലെ, 3ാമത്തെ ടേം. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഡി, നമുക്ക് 2 ടേമുകൾ നമ്മുടെ കയ്യിലുണ്ട്. 4ാമത്തെ ടേമും ഉണ്ട്, 6ാമത്തെ ടേമും ഉണ്ട്. 2 ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടേമുകളുടെ ഡിഫറൻസ് എടുക്കുക, 40 - 20. എന്നിട്ട് അവരുടെ പൊസിഷന്റെ ഡിഫറൻസ് എടുക്കുക, 6 - 4. 40 നിന്ന് 20 കുറച്ചാൽ 20 ഡിവൈഡ് ബൈ 2. ഇത് 2 കൂടെ വെട്ടിപ്പോകുന്നു, ഉത്തരം 10. ഇനി അടുത്തത് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡിയിലോട്ട് വരാം. ഡി, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ 1ാമത്തെ ടേം എന്താണ്? കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, ഉണ്ട്. 4ാമത്തെ ടേം ഉണ്ടല്ലോ, ഉണ്ട്. 4ാമത്തെ ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിലോട്ട് എത്താൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിലോട്ട് 4ാമത്തെ ടേമിൽ നിന്ന് എത്താൻ എന്ത് ചെയ്യണം? 4ാമത്തെ ടേമിൽ നിന്നും 3 തവണ ഡി കുറച്ചാൽ പോരെ, മതി. 4ാമത്തെ ടേം എത്രയാ? 20. 20ൽ നിന്നും 20 മൈനസ് 4ാമത്തെ ടേം 20 ആണ്, മൈനസ് 3 × 10. സോ 20ൽ നിന്ന് നമ്മൾ 30 കുറയ്ക്കുന്നു. 20ൽ നിന്ന് 30 കുറച്ചാൽ എന്താ കിട്ടുക? ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? നോക്കൂ, ഫസ്റ്റ് ടേം കിട്ടാൻ, ഓക്കെ, ഫസ്റ്റ് ടേം എ, ഫസ്റ്റ് ടേം കിട്ടാൻ 20ൽ നിന്ന് 30 കുറയ്ക്കുക. സോ ദ ആൻസർ ഈസ് -10. നല്ല ചോദ്യമാണേ. മാർച്ച് 2023 കുറച്ചുകൂടി നല്ല ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. സമ്മ് കണ്ടുപിടിക്കാൻ, എണ്ണൽ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ n × n+1 ഡിവൈഡ് ബൈ 2. അപ്പോ n എത്രയാണ്? ആദ്യത്തെ 20 നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 20 നമ്പറിലേ ഉള്ളൂ. അപ്പോൾ 20 × n+1, 20ഉം 1ഉം 21 ബൈ 2. ഇത് വെട്ടിപ്പോകുന്നു 10 പ്രാവശ്യം. അപ്പൊ 10 × 21 210. ക്ലിയർ ആണ്. ബി, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13. 5, 9, 13ന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ xn = a + n - 1 × d. ഇവിടെ f എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, xn + f - d. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. a എന്ന് പറഞ്ഞാൽ 5, ഓക്കെ, പ്ലസ് n - 1 തന്നെ. ഇതിന്റെ d എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ആണ്. ഇനി 5 + 4 × n എത്രയാ? 4n. 4 × -1 എത്രയാ? -4. അപ്പൊ എന്ത് കിട്ടും? = 4n. 5ൽ നിന്ന് 4 കുറച്ചാൽ 1, 4n+1. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 20 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം. 20 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? n/2. s = n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ഇതിനകത്ത് 20 ടേം അല്ലേ ഉള്ളത്? 20/2. ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 5. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേം. 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഇതിൽ 20 കൊടുത്താൽ മതി. അൽജിബ്രായിക് എക്സ്പ്രഷൻ കയ്യിലുണ്ട്. അപ്പൊ എളുപ്പം എന്താണ്? അവിടെ 20 കൊടുക്കലാണ്. n കാണുന്നിടത്ത് 20 + 1. അപ്പൊ എത്ര കിട്ടുന്നു? 81. ഓക്കെ, ഇത് വെട്ടിപ്പോകുന്നു 10 പ്രാവശ്യം. 81ഉം 5ഉം 86ഉം ഈ ഒരു 0, 860 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി 2023 ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസിൽ നിന്നും. അതിൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ അടുത്ത ടേം, ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ തേർഡ് ടേമിന്റെ കൂടെ ഡി കൂട്ടിയാൽ മതി. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡി നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കാം. 12 - 5 ആണ്, 7 ആണ്. അപ്പൊ ഇവിടെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 19 ആണ്. 19 + d എന്ന് പറഞ്ഞാൽ 7 ആണ്.
അപ്പോൾ 26 ഉത്തരം. 19ഉം 7ഉം 26. ഇതാണ് ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. അതിന് അടുത്തത് മോഡൽ എക്സാം 2023 രണ്ടാമത്തെ ചോദ്യം എടുക്കാം. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 5 ടേമിന്റെ സമ്മാണ് 145. അപ്പൊ സ്വാഭാവികമായും 5 ടേമിന്റെ സമ്മ് തരുമ്പോൾ നമ്മൾ വിചാരിച്ചോണം അവർ മൂന്നാമത്തെ ടേം ചോദിക്കും. കാരണം 5 ടേമിന്റെ മിഡിൽ ടേം ആണ് മൂന്നാമത്തെ ടേം. അപ്പം മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ x3. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സം എന്ന് പറഞ്ഞാൽ 145, നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 5. ഇതിവിടെ വെട്ടിപ്പോകുന്നു. അപ്പൊ 145ന് 5 കൊണ്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ 2, പിന്നെ ബാക്കി 45, 29 തവണ. 29 ആണ് x3, അതായത് മൂന്നാമത്തെ ടേം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. അല്ല, ഇതിനകത്ത് കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ ഈ ടേംസ് എല്ലാം എഴുതണം. കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ ഇതിനകത്തുള്ള ടേംസ് എല്ലാം എഴുതണം. അപ്പൊ നമുക്ക് x2 എഴുതാം. x3 നമ്മുടെ കയ്യിലുണ്ട്, മൂന്നാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. മൂന്നാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കാം. അപ്പം 25 കിട്ടും. സെക്കൻഡ് ടേം ആയി. ഫസ്റ്റ് ടേം കിട്ടാൻ സെക്കൻഡ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറയ്ക്കാം. സെക്കൻഡ് ടേം 25 ആണ്, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കാം. 21 കിട്ടും. Therefore സീക്വൻസ് ആരാണ്? 21, 25, 29 എക്സെട്ര എക്സെട്ര. ഇതാണ് സീക്വൻസ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇനി നമുക്ക് എ സീക്വൻസ് ഈസ് റിട്ടേൺ ബൈ ആഡിങ് 3 ടു ദ മൾട്ടിപ്പിൾസ് ഓഫ് 4. ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ, ഒരു അരിത്മെറ്റിക് ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ 4ന്റെ ഗുണിതത്തോട് 3 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അൽജിബ്രായിക് ഫോം എഴുതണം. ശ്രദ്ധിക്കൂ, 4ന്റെ ഗുണിതങ്ങളെ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? 4n. എന്നിട്ട് അതിനോട് 3 കൂട്ടുക എന്ന് പറഞ്ഞാൽ 3. ഇതാണ് അതിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ. ഇത്രയേ ഉള്ളൂ. 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? 5n. അതിനോടൊപ്പം 4 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം: 5n + 4, 6n + 4. 6ന്റെ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നതെങ്കിൽ. അപ്പം അൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു. 4ന്റെ മൾട്ടിപ്പിളിനോട് 3 കൂട്ടണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത്: ബി ഫൈൻഡ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം. 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഇതിൽ 10 കൊടുത്താൽ മതി. 4 × 10 + 3. 4 × 10 40 ആണ്. 40 3 43. എളുപ്പമാണ്. അടുത്തത് സി ഈസ് 100 എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ ടേം ഇതിനകത്ത് ഈ സീക്വൻസിൽ 100 ഉണ്ടോന്ന് 100 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? അതായത് എ സീക്വൻസ് റിട്ടേൺ ബൈ ആഡിങ് 3 ടു ദ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ്. ഇവിടെ 3 ആണ്. ഇവിടെ 3 ആണ് കേട്ടോ. 3 ഞാനിവിടെ എഴുതിയപ്പോൾ ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പം ഈ സീക്വൻസിന്റെ പ്രത്യേകത 4ന്റെ മൾട്ടിപ്പിളിനോട് 3 കൂട്ടണം എന്ന് പറഞ്ഞ അർത്ഥം 100 ഇതിനകത്ത് ടേം ആകുമോ എന്ന് ചോദിച്ചാൽ 100നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണം. അപ്പോ 2 പ്രാവശ്യം 8 20. ഓക്കെ, 5 പ്രാവശ്യം 5 4 20. 0 വന്നില്ല. 3 റിമൈൻഡർ വന്നാലേ പറ്റൂ. ഇവിടെ നമ്മൾ എഴുതേണ്ടത് 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിനകത്തൊരു ടേം അല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താ കാരണം? ഇവിടെ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണം, എങ്കിലേ ഇതിനകത്ത് ആളാവാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടോ, ഈ 43 ഇതിനകത്ത് 10ാമത്തെ ടേമാണ്. നിങ്ങൾ ഈ 43നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഒരു പ്രാവശ്യം 4 0. അപ്പോ ബാക്കി റിമൈൻഡർ 3 വരും. കണ്ടോ, 43 അതിനകത്ത് 10ാമത്തെ ടേമാ. പക്ഷെ അവിടെ പ്രത്യേകത എന്താ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്നുണ്ട്. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും പ്രത്യേകത 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. അങ്ങനെ പറഞ്ഞില്ല 100ല്. അതുകൊണ്ട് 100നകത്തൊരു ടേം അല്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ദ സം ഓഫ് 8th and 19th ടേം ഓഫ് an arithmetic sequence is 125. വാട്ട് ഈസ് ദ സം ഓഫ് 7th and 20th ടേം? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ 6th ടേം ഓഫ് arithmetic sequence is 40. ഫൈൻഡ് ദ 21st ടേം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ഇവിടെ ചോദ്യം ഭയങ്കര ഗംഭീരമായ ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് തന്നിരിക്കുന്ന 8ാമത്തെയും 19ാമത്തെയും ടേമുകൾ, അതിന്റെ സമ്മാണ് തന്നിരിക്കുന്നത്. അപ്പം 8ാമത്തെ ടേം x8, 8ാമത്തെ ടേമിന്റെയും 19ാമത്തെ ടേമിന്റെയും സമ്മാണ് 125 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് 7th ടേം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 7ാമത്തെ ടേമിന്റെയും 20ാമത്തെ ടേമിന്റെയും സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഇവിടെ പൊസിഷനുകളുടെ സമ്മ്
എത്രയാണ്? 27 ഇവിടെയും പൊസിഷനുകളുടെ സമ്മ് 27 പൊസിഷനുകളുടെ സമ്മ് ഒരുപോലെ വന്നാൽ സമ്മും ഒരുപോലെ വരും, ടേംസിന്റെ സമ്മും ഒരുപോലെ വരും. അതായത് ഇവിടെ 8ാമത്തെ ടേമും 19ാമത്തെ ടേമും കൂടെ കൂട്ടിയപ്പോൾ 125 കിട്ടി. പൊസിഷൻ കൂട്ടുമ്പോൾ 27, ഇവിടെയും പൊസിഷൻ കൂട്ടുമ്പോൾ 27 വന്നാൽ ഈ ടേമിന്റെ സമ്മം 125 ആയിരിക്കും എന്നാണ്. അങ്ങനെ ഒരു നിയമമുണ്ട് APയിൽ. അത് വെച്ചിട്ട് നമുക്ക് 1ാമത്തെ ചോദ്യം എഴുതാൻ പറ്റും. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് വരാം, ബി ക്വസ്റ്റിനിലേക്ക് വരാം. ഇഫ് ദ 6th ടേം ഈസ് 40, ഓക്കെ ഫൈൻഡ് ദ 21st ടേം. നമുക്ക് 21st ടേം എത്രയാണെന്ന് കാണണം. നമുക്കൊരു കാര്യം അറിയാം, എക്സ് 7ഉം 7ാമത്തെ ടേമും 20ാമത്തെ ടേമിന്റെയും സമ്മ് 125 അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊസിഷന്റെ സമ്മ് 27 ഇവിടെയും പൊസിഷന്റെ സമ്മ് 27 പൊസിഷന്റെ സമ്മ് ഒരുപോലെ വന്നാൽ ടേമുകളുടെ സമ്മും ഒരുപോലെ വരും. അപ്പോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എക്സ് എക്സ് 6ഉം പ്ലസ് എക്സ് 21 കൂടെ കൂട്ടിയാൽ 125 കിട്ടും. ഞാൻ ധൈര്യമായിട്ട് എഴുതുക, കാരണം ഇവിടെ പൊസിഷനുകളുടെ സമ്മ് 27 പൊസിഷനുകളുടെ സമ്മ് വന്നാൽ ഉത്തരം 125 ആയിരിക്കും. അവിടെ നിന്ന് എനിക്ക് 21ാമത്തെ ടേമിനെ കിട്ടും, കാരണം ഈ 6ാമത്തെ ടേം എൻ്റെ കയ്യിലുണ്ട്. 6ാമത്തെ ടേം 40 അപ്പോൾ ഈ 40 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. എക്സ് 21 സമം 125 മൈനസ് 40. അപ്പൊ 125 - 40 എന്ന് പറഞ്ഞാൽ 85. 40 അല്ലെ? 85 കിട്ടിയല്ലോ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ആദ്യത്തെ 26 ടേമുകളുടെ സം കണ്ടുപിടിക്കണം. ആദ്യത്തെ 26 ടേമുകളുടെ സമ്മാണ് വേണ്ടത്. ഫസ്റ്റ് 26 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. ഇവിടെ സം കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ട്രിക്കാണ് ഉപയോഗിക്കുക. ഇനി ഇവിടത്തെ 26 ടേമിനെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 27, അതായത് 26 ടേമുകളെ നമ്മൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇങ്ങനെ 1ാമത്തെ ടേമും 26ാമത്തെ ടേമും പൊസിഷൻ ചേർക്കുമ്പോൾ 27 വരൂലേ? അതേപോലെ 2ാമത്തെ ടേമും 25ാമത്തെ ടേമിന്റെയും പൊസിഷന്റെ ടേമും, അങ്ങനത്തെ 13 ജോഡികളില്ലേ? ഓരോ ജോഡികളുടെയും സം എന്ന് പറയുന്നത് 125 അല്ലേ? ഒന്നുകൂടെ പറയാം, നമ്മൾ 26 ടേമുകളെയും ഇങ്ങനെ നിരത്തി എഴുതി എന്ന് വിചാരിക്കുക. ഇതിലെ ഫസ്റ്റ് ടേമും 26ാമത്തെ ടേമിന്റെ പൊസിഷൻ കൂട്ടുമ്പോൾ 27 പൊസിഷൻ വരെയാണെങ്കിൽ സം ഓഫ് ടേം 125 അല്ലേ? ഇനി 2ാമത്തെ പൊസിഷനിലെ ടേമും 25ാമത്തെ പൊസിഷനിലെ ടേമിന്റെയും പൊസിഷൻ കൂട്ടുമ്പോൾ 26 അല്ലെ? പൊസിഷൻ കിട്ടുമ്പോൾ 27. അങ്ങനെയാണെങ്കിൽ ടേംസിന്റെ സം 125 അല്ലേ? അങ്ങനത്തെ 13 ജോഡികളില്ലേ? അപ്പൊ 13 × 125, 125 × 13, 5 ശിഷ്ടം 1 7 3 5 2 1 5 2 ശിഷ്ടം 1 1625 കിട്ടും. ഇത് പഠിക്കണേ മക്കളെ. ഇത് ഈ തവണ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കും എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കണേ മക്കളെ, കാരണം ഇതിനകത്തൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ അരിത്മെറ്റിക് സീക്വൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അടുത്തത് അൽജിബ്ര, നമ്മുടെ ആ സെക്കൻഡ് പറഞ്ഞ ചാപ്റ്റർ അൽജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ലിപ്സൺ സാർ എടുക്കും. ലിപ്സൺ സാർ സെറ്റ് ആയിട്ട് പഠിപ്പിക്കും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വേറൊരു ചാപ്റ്റർ, ഇതേപോലെ 2 ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഏവർക്ക് ഹാജർ സൊല്യൂഷൻസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ലെക്ചർ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും മുന്നത്തെ ക്ലാസ്സസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ലെക്ചർ സീരീസിന്റെ ഭാഗമായിട്ട് എടുത്തിട്ട് വന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? ജോമെട്രി ആൻഡ് ഓൾജിബ്ര. ഓക്കെ, നമ്മുടെ മാത്തമാറ്റിക്സിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടരും എന്ത് ചെയ്യണം? പഠിപ്പിക്കുന്ന സമയം ശ്രദ്ധിച്ചിരിക്കണം. ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടിയിരിക്കും. മിനിമം 3 ആണെങ്കിൽ കിട്ടിയിരിക്കും. ഓക്കെ, സോ എല്ലാ കൂട്ടരും എന്ത് ചെയ്യണം? പറയുന്ന സമയം ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എഴുതി കൂടി എടുത്ത് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് A 2,5 and B 7,10 in the ratio 3:2. അപ്പൊ എല്ലാ കൂട്ടരും ശ്രദ്ധിച്ചോളൂ. അതായത് റേഷ്യോ, അത് 2 കോർഡിനേറ്റ്സും ഒരു റേഷ്യോ തന്നിട്ട് ഈ ലൈനിൽ ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നത് എന്താണ്? ഒരു ലൈൻ. ഓക്കെ, ഈ ലൈനിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 2,5 പിന്നെ അടുത്ത് എന്താണ്? 7,10. ഓക്കെ,
2,5 പിന്നെ അടുത്താരാണ് 7,10. ഇത് എ എന്നിരുന്നോട്ടെ, ഇത് ബി എന്നിരുന്നോട്ടെ. കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ലൈനിൽ ഞാൻ എന്തോ ഇവിടെ എവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇവിടെ ഒരു പോയിന്റ് ഇട്ടപ്പോഴത്തേക്കും ഈ ലൈൻ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ആയി? 3:2 ഡിവൈഡ് ആയി. എത്ര ഡിവൈഡ് ആയി? 3:2. എങ്കിൽ ഈ നമ്മൾ ഇട്ട പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്ര? അതാണ് അങ്ങനെ ആ രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. കാര്യം ക്ലിയർ ആയ കൂട്ടർ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ റേഷ്യോയും 2 കോർഡിനേറ്റ്സ് തന്നിട്ട് വേറൊരു പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യമാണ്. അതായത് നമുക്കറിയാം ഒരു പോയിന്റ് എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? 2 കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണുള്ളത്? എക്സ് കോർഡിനേറ്റും കാണും, പിന്നെ ആരും കാണും? ഒരു വൈ കോർഡിനേറ്റും കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എക്സ് കോർഡിനേറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് കോർഡിനേറ്റ് എഴുതിയിട്ട് കൂട്ടുകാരെല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഈ ഫസ്റ്റ് ഇതാണ് എക്സ് കോർഡിനേറ്റ്. ആദ്യം ഒരു പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ ആദ്യം വരുന്നതാണ് എക്സ് കോർഡിനേറ്റ്, രണ്ടാം വരുന്നതാണ് ആരെന്ന് പറയുന്നത്? വൈ കോർഡിനേറ്റ്. ഇത് 2,5 ആണ്. ഓക്കെ. അപ്പൊ ഇത് എക്സ് കോർഡിനേറ്റ്, ആരാണ്? വൈ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ഈ ആദ്യത്തുള്ള എക്സ് കോർഡിനേറ്റ് ഇവിടെ എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 എന്ന് എഴുതണം. എന്നിട്ട് 2വിന്റെ കൂടെ എത്ര ആഡ് 2വിന് എന്ത് ചെയ്യുമ്പോഴാണ് 7 കിട്ടുന്നത്? 2വിന്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 7 കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? +5 എന്ന് എഴുതണം. പ്ലസ് എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. എന്നിട്ട് ഇൻറ്റു ഇട്ടിട്ട് ആദ്യത്തെ റേഷ്യോ ഉണ്ടല്ലോ 3, ആ 3 എഴുതിയിട്ട് 2 കൂടി കൂട്ടി താഴെ എഴുതാം. ഈ 2 റേഷ്യോ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 5 കൊണ്ട് താഴെ എഴുതി വെക്കണം. കാര്യം ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കിട്ടും? 2 പ്ലസ് ഇനി ഇതുണ്ടോ മേളിൽ ഇത് ഫുള്ള് ബ്രാക്കറ്റില്ല. അപ്പൊ ഇത് ഇൻറ്റു ആണ് ഇടയ്ക്ക്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇവിടെ 5 ഉണ്ട്, താഴെ 5 ഉണ്ട്. അപ്പൊ 2 കട്ടായി പോകുമ്പോൾ ബാക്കി നമുക്ക് എന്ത് ആൻസർ 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 3 കിട്ടും, 5 കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് കൂട്ടുകാരെ? 5 ആണ്. എത്രയാണ്? 5 ആണ്. ഇനി നമുക്ക് അടുത്ത ഇതാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൈ കോർഡിനേറ്റ്. ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? വൈ കോർഡിനേറ്റ്. അപ്പൊ എങ്ങനെ വരും? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആരാണ്? 5. അപ്പൊ 5 എഴുതി. എന്നിട്ട് 5ന്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? 5 ആഡ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ 5 പ്ലസ് 5 ഇൻറ്റു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റേഷ്യോ എഴുതിയിട്ട് 2 റേഷ്യോ കൂട്ടി താഴെ എഴുതണം. അപ്പൊ എങ്ങനെ കിട്ടും? 5 എന്ന് വരും. കാര്യം ക്ലിയർ ആയോ? ഇനി ഇത് 2 കട്ടായി പോയിട്ട് ബാക്കി നമുക്ക് എത്ര കിട്ടും? 5 + 3. 5 + 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ അടുത്ത കോർഡിനേറ്റ് ആരാണ്? 5,8. കാര്യം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ തവണ ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ എല്ലാ കൂട്ടരും എന്ത് ചെയ്യണം? ഇത് ചെയ്ത് പഠിച്ചിരിക്കണം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് വൈകാതെ നമുക്ക് എന്ത് ചെയ്യാൻ സമയങ്ങളിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് 2,7 and 6,4? അടുത്ത ബി പറഞ്ഞതാണ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. x, y is a point on this line. Then prove that x minus 4, y plus 3 is also a point on the same line. Okay. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ട് ആര് പേടിക്കും? ഇതൊക്കെ മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. അപ്പൊ എന്താണ്? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ? അപ്പൊ എന്താണ് സ്ലോപ്പ് എന്നൊരു പുതിയ കൺസെപ്റ്റ് ആണ് വന്നല്ലേ? ചരിവ്. സ്ലോപ്പും ചരിവ്. ഓക്കെ. അപ്പൊ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും സ്ലോപ്പ് is equal to എങ്ങനെ നമ്മൾ ചെയ്യുന്നറിയാവോ? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. അതായത് നമുക്കറിയാം 2 പോയിന്റ്സുകൾക്കിടയ്ക്കുള്ള ഇപ്പൊ വലുതാണ് ഇത് ലൈന്. ഈ ലൈൻ ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്. ആരാണ്? 2,7. പിന്നെ അടുത്ത കോർഡിനേറ്റ് ആരാണ്? 6,4. ഓക്കെ. അടുത്ത കോർഡിനേറ്റ് ആരാണ്? 6, ഒരു മിനിറ്റ്. എന്ത് ചെയ്തു? അതായത് നമ്മുടെ എന്തുകൊണ്ട് 2,7 എന്നൊരു പോയിന്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? 6,4 എന്ന് വേറെ 6,4 എന്ന് ആരുണ്ട്? വേറൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ 2,7ഉം 6,4ഉം എന്ന ലൈൻ ഉണ്ട്. കറക്റ്റ് സ്ട്രേറ്റ് അല്ല, ഒരു ചരിവുണ്ടല്ലോ. ഈ ചരിവിനെ പറഞ്ഞ പേരാണ് എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നാണ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്ത് വെക്കണം എല്ലാ കൂട്ടുകാരും. ഒരു ലൈൻ എത്ര സ്ലോപ്പേ കാണുള്ളൂ? ഒരു ഒറ്റ സ്ലോപ്പേ കാണുകയുള്ളൂ. 1 സ്ലോപ്പ് മാത്രമേ കാണുകയുള്ളൂ. കാര്യം ക്ലിയർ ആയോ? ഈ ലൈനിലുള്ള ഏത് 2 പോയിന്റ് എടുത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കിയാലും എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ഒരു ഒറ്റ സ്ലോപ്പേ കിട്ടുള്ളൂ. ഇത് കൂട്ടുകാർ ഓർത്ത് വെച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ നോക്കാം. ഇതാണ് ഇത് x1, ഇതാരാണ്? y1, ഇതാരാണ്? x2, ഇതാണ് y2. കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y2 എത്രയാണ്? y2 y2 എന്ന് പറഞ്ഞാൽ 4. 4 മൈനസ് y1 എത്രയാണ്? 7 ഡിവൈഡ് ബൈ x2 എത്രയാണ്? 6 മൈനസ് 2. അപ്പൊ 4 മൈനസ് 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -3 കിട്ടും അല്ലേ? എത്ര കിട്ടും? -3 ഡിവൈഡ് ബൈ 6 മൈനസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? -3/4 ആണ് നമ്മുടെ ഈ ലൈനിന്റെ എന്ത് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? -3/4. കാര്യം ക്ലിയർ ആയ കൂട്ടുകാരെ എങ്ങനെയാണെന്ന്? നമ്മുടെ ബി പാർട്ട് എന്താണ്?
ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പൊ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യണം എങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സ്ലോപ്പിന്റെ ഇക്വേഷൻ, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്നാണ്. അതായത് ഒരു ലൈനിനെ തൊട്ട് മുന്നേ ഒരു കൺസെപ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു ലൈനിൽ എത്ര സ്ലോപ്പേ ഉള്ളൂ, ഒരു ഒറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതായത് നമുക്ക് രണ്ട് കാര്യം വേണം ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഒരു പോയിന്റും വേണം, സ്ലോപ്പും വേണം. ലൈനിന്റെ സ്ലോപ്പും ഒരു പോയിന്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ ലൈനിൽ ഒരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, x, y തലക്കെന്ന് മാർക്ക് ചെയ്യണം. എന്താണ് മാർക്ക് ചെയ്യണം, x, y എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ y2 ഇത് x1, ഇത് y1, ഇതാരാണ് x2, ഇതാരാണ് y2. ഓക്കെ, അപ്പൊ എങ്ങനെ വരും, y2 എന്ന് പറയുമ്പോൾ ഇവിടെ y2ന്റെ സ്ഥാനത്ത് ആരാണുള്ളത്, y ആണുള്ളത്. y1ന്റെ സ്ഥാനത്ത് ആരാണുള്ളത്, 7 ആണുള്ളത് ഡിവൈഡ് ബൈ x2ന്റെ സ്ഥാനത്ത് ആരാണുള്ളത്, x ആണുള്ളത്. x1ന്റെ സ്ഥാനത്ത് ആരാണുള്ളത്, 2 ആണുള്ളത്. കാര്യം ക്ലിയർ ആയോ? ഇനി ഈ സ്ലോപ്പ് നമുക്ക് അറിയാമോ ഇല്ലയോ, ഈ സ്ലോപ്പ് നമുക്ക് അറിയാമോ ഇല്ലേ, അറിയാം. കാര്യം നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ഒരു ലൈനിന് എത്ര സ്ലോപ്പേ ഉള്ളൂ, ഒരു ഒറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ആ ലൈനിലൂടെ ഏത് രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കുള്ള സ്ലോപ്പ് എടുക്കാൻ നോക്കിയാൽ ആൻസർ എത്ര ആയിട്ടുള്ളൂ, -3/4 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, -3/4 നോട്ട് ചെയ്യണം. എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ x-2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് നോക്കിക്കോളൂ, ഇവിടെ -3 ഓൾറെഡി ഉണ്ട്. പിന്നെ ആര് എഴുതണം, x-2 എഴുതണം, ഇസ് ഈക്വൽ ടു ഇവിടെ 4 × y-7 എന്ന് വരും. കാര്യം ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, ഇനി എന്ത് ചെയ്യണം, -3 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. അതാണ് എന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും, -3 × x ചെയ്യുമ്പോൾ എത്ര കിട്ടും, -3x കിട്ടും. -3 × -2 ചെയ്യുമ്പോൾ എത്ര കിട്ടും, +6 കിട്ടും. ഈസ് ഈക്വൽ ടു 4 × y ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4y കിട്ടും. 4 × -7 ചെയ്യുമ്പോൾ എത്ര കിട്ടും, -28 കിട്ടും. കാര്യം ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇത് കണ്ടോ, എക്സിന്റെ മുന്നിൽ നെഗറ്റീവ് ആണ്. അപ്പൊ അത് കാണുന്ന ഒരു വൃത്തിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ടേംസും നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ സൈഡിൽ കൊണ്ടുപോകണം. അപ്പൊ എങ്ങനെ കിട്ടും ആൻസർ, -3x അപ്പുറത്ത് പോകുമ്പോൾ മാറും, +3x ആയിട്ട് മാറും. +6 അവിടെ പോകുമ്പോൾ മാറും, -6 ആയിട്ട് മാറും. ഇനി ഇവിടെ ഓൾറെഡി ഇവിടെ ആരുണ്ട്, 4y ഉണ്ട്, പിന്നെ ആരുണ്ട്, -28 ഉണ്ട്. ഇസ് ഈക്വൽ ടു ഇത്രയും പറഞ്ഞു തരണം, 0 എന്നും പറഞ്ഞു തരണം. ഓക്കെ, ആദ്യം നമ്മൾ എപ്പോഴും നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം x ഉള്ള ടേം എഴുതണം, പിന്നെ ആര് എഴുതണം, y ഉള്ള ടേം. അപ്പൊ ഇനി അടുത്ത y ഉള്ളത് ആർക്കാണ്, 4y-ക്കാണ്. ഇനി ബാക്കി രണ്ട് ആൾക്കാരുണ്ട്, -6 ഉണ്ട്, പിന്നെ ആരുണ്ട്, -28 ഉണ്ട്. അപ്പൊ ആൻസർ എത്ര വരും കൂട്ടുകാരെ, -34 എന്ന് വരും. കാര്യം ക്ലിയർ ആയി, 0. കാരണം രണ്ട് മൈനസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പൊ ഇത് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ എന്താണ് ലൈൻ ഇക്വേഷൻ, 3x + 4y - 34 ഇസ് ഈക്വൽ എത്ര കിട്ടും, 0. ഇതാണ് നമ്മുടെ ലൈനിന്റെ എന്ത് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആയല്ലോ? അടുത്ത സി പാർട്ട് എന്താണ്, x, y is a point on this line, then prove that x - 4, y + 3 is also a point on this same line. അതായത് എന്താണ്, x - 4 ഉം y + 3 എന്ന പോയിന്റ് എവിടെയാണുള്ളത്, നമ്മുടെ ഈ ലൈനിലാണ് ഉള്ളതെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റ് ഈ ലൈനിലാണോ അല്ലെന്ന് പ്രൂവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ലൈനിന്റെ ഇക്വേഷൻ തന്നിരിക്കും. ആ ലൈനിന്റെ ഇക്വേഷൻ അവർ തന്നിരിക്കുന്ന വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. അതായത് നമുക്ക് നോക്കാം, നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താണ് കിട്ടിയത്, 3x + 4y - 34 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മൾ ഏത് പോയിന്റ് ഉണ്ടാകുന്നതാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്, x - 4 ഉം പിന്നെ അടുത്ത ആരാണ്, x - 4 ഉം y + 3 ഉം ഈ ലൈനിൽ ഉണ്ടോ ഇല്ലെന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കണം, x - 4 എന്ന് കൊടുക്കണം. ഈ വൈന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം, y + 3 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നമുക്ക് നോക്കാം, ചെയ്യാൻ നോക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടും, 3 × x - 4 എന്ന് കിട്ടും, +4 × yക്ക് ഇവർ എത്ര കൊടുക്കണം, y + 3. ഇനി ഇവിടെ ആരുണ്ട്, -34 ഈസ് ഈക്വൽ എത്ര പറഞ്ഞു തരണം, 0 എന്നും പറഞ്ഞു തരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം. അപ്പൊ 3 × x ചെയ്യുമ്പോൾ 3x കിട്ടും. 3 × -4 എത്ര കിട്ടും, -12 കിട്ടും. കാര്യം ക്ലിയർ ആയ, പ്ലസ് ഇനി 4 × y ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4y കിട്ടും. 4 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് എത്ര കിട്ടും, +12 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ, എത്ര കിട്ടും, +12. പിന്നെ ഇവിടെ ആരുണ്ട്, -34 ഈസ് ഈക്വൽ എത്ര കിട്ടും, 0 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം എപ്പോൾ ഇക്വേഷൻ ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, x ഉള്ള ടേം എഴുതണം. അപ്പൊ ഇവിടെ x ഉള്ളത് ആർക്കാണ്, ആദ്യം 3x എഴുതണം, പിന്നെ അടുത്ത ആര് എഴുതണം, y-ന്റെ ടേം എഴുതണം. അപ്പൊ 4y. ഇനി ഇതാണ് കൂട്ടുകാർ, ഇത് -12 ഉം ഇതാരാണ്, +12 അല്ല. അപ്പൊ രണ്ട് നമുക്ക് ക്യാൻസൽ ആയി കളയാലോ. അപ്പൊ ആൻസർ എത്ര കിട്ടും, 0 ആയിട്ട് മാറും. ഇനി ഇവിടെ ബാക്കി ആരുണ്ട്, -34 ഈസ് ഈക്വൽ എത്ര കിട്ടി, 0 കിട്ടി. അപ്പൊ നമ്മുടെ ലൈനിന്റെ ഫുൾ ഇക്വേഷൻ ഇതാണ്. നമ്മളിപ്പോ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സെയിം അതേ ഇക്വേഷനിൽ കിട്ടിയത്, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ട് ഇതിനകത്ത്, ഇല്ല. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ലൈനിന്റെ ഇക്വേഷനിൽ അവർ തന്നിരിക്കുന്ന കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ അതേപടി തന്നെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഈ പോയിന്റ് ഈ ലൈനിലുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ്, is also x and y, then prove that x - 4, y + 3 is also, prove that ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. എന്താണ് നമ്മൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്തു, അതായത്
നമ്മൾ ഈ എക്സിനും വൈക്കും അവർ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒരു മാറ്റം സംഭവിച്ചില്ല എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ പോയിന്റ് എവിടെ ഉള്ളതാണ്? നമ്മുടെ ലൈനിലുള്ളതാണ്. കാര്യം ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ O is the center of the circle, x square plus y square is 25 is the equation of the circle. അപ്പൊ നമ്മുടെ എന്താണ് O is the center of the circle? അപ്പൊ നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആരാണ്? O ആണ്. ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x square plus y square is 25 ആണ്. എങ്കിൽ അതിൽ എ പാർട്ട് എന്താണ് കൂട്ടുകാരെ? അതിൽ എ പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഹു സെന്റർ ഈസ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3. ഓക്കെ, അപ്പൊ നല്ല എളുപ്പൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയാം. ഒന്നിൽ സർക്കിൾ ഇക്വേഷൻ അല്ലെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ. ഇത് രണ്ടിൽ ഏതിൽ ഒന്ന് എല്ലാ തവണയും പരീക്ഷ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സെഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. സർക്കിൾ ഇക്വേഷൻ പഠിക്കുന്ന ക്വസ്റ്റൻ ഇതാണ്. ഇതിനെ കുറച്ച് ഒരു അഡ്വാൻസ് ക്വസ്റ്റൻ കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ, വാട്ട് ഇസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഓക്കെ, അപ്പൊ സർക്കിൾ റേഡിയസ്. അപ്പൊ കൂട്ടുകാർ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സർക്കിൾ റേഡിയസ് എന്താന്ന് പറയുമ്പോഴത്തേക്കും അവര് ഇസിക്കലിന് ശേഷം അത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസിക്കൽ 25 തന്നിരിക്കുമല്ലോ. അപ്പൊ ഈ 25ന്റെ റൂട്ട് എടുക്കണം. 25ന്റെ റൂട്ട് എടുക്കുമ്പോൾ 5 കിട്ടും. ആ 5 ആണ് നമ്മൾ എന്താ പറയുന്നത്? സർക്കിൾ റേഡിയസ് പറയുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 5 യൂണിറ്റ്, ഇതാണ് നമ്മുടെ സർക്കിൾ റേഡിയസ്. കാര്യം ക്ലിയർ ആയോ? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എത്തുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ മനസ്സിലാവും എങ്ങനെ ഇത് വന്നേന്ന്. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കൂട്ടുകാരെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസിക്കൽ ഒരു നമ്പറും തന്നിട്ട് ആ സർക്കിളിലെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇസിക്കലിന്റെ റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ എന്താണോ അതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഹൂ സെന്റർ ഈസ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3. അപ്പൊ എന്താണ്? നമ്മുടെ സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്ററിലാണ് ആരുള്ളത്? ഒറിജിൻ ഉള്ളത്. 0,0 ഒറിജിൻ ഉണ്ട്. പിന്നെ സർക്കിൾ റേഡിയസ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. സർക്കിൾ റേഡിയസ് എത്രയാണ്? 3 യൂണിറ്റ്. എങ്കിൽ സർക്കിൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചോളൂ. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. എന്ത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ എന്താ ഡിസ്റ്റൻസ് ഫോർമുല? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആരെന്ന് പറഞ്ഞു വരും? ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഒന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ x1 മൈനസ് x2 എന്ന് എഴുതാം, അല്ലെങ്കിൽ x2 മൈനസ് x1 എന്ന് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ചില കൂട്ടുകാർക്ക് ഡൗട്ട് വരുമായിരിക്കും. അപ്പൊ ഡൗട്ട് മാറ്റാൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. എങ്ങനെ എഴുതാം? നമുക്ക് ഇതിങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ എങ്ങനെ വരും? y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ സർക്കിൾ ഇക്വേഷൻ. ഇതിൽ ആർ എന്ന് പറയുമ്പോൾ റേഡിയസിന് സ്ക്വയർ. കണ്ടോ കൂട്ടുകാർ? കണ്ടോ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇത് 25 എന്നല്ലേ? അപ്പോഴത്തേക്ക് ഇതാണ്ടോ റേഡിയസിന് സ്ക്വയർ. അപ്പൊ എന്തിന്റെ സ്ക്വയർ ആണ് 25? അപ്പൊ നമുക്ക് റേഡിയസ് പറയുമ്പോൾ എന്തായിരിക്കും? ഈ സ്ക്വയർ കളയുമ്പോൾ കിട്ടുന്നല്ലേ? അപ്പൊ സ്ക്വയർ കളയുന്ന എങ്ങനെ? റൂട്ട് 25 എടുക്കണം. അപ്പൊ എത്ര? 5 കിട്ടും. അതാണ് റേഡിയസ് പറയുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇത് ചുമ്മാ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ സർക്കിളിലെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ഫോർമുലയും വേണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് വേണ്ട? റേഡിയസ് വേണം, ഒരു പോയിന്റ് വേണം. ഒരു പോയിന്റും റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർക്കിളിലെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്. ആരാണ്? 0,0 ഒറിജിൻ തന്നിട്ടുണ്ട്. അപ്പൊ ഒറിജിനൽ കോഡിന് 0,0. പിന്നെ സർക്കിൾ റേഡിയസ് എടുത്ത് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 3 യൂണിറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം ഈ സർക്കിളിൽ ഒരു പോയിന്റ് നിങ്ങൾ എന്താണ് എടുക്കണം? x, y ആയിട്ട് നോട്ട് ചെയ്യണം. എത്ര നോട്ട് ചെയ്യണം? x, y. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് x1, ഇത് y1, ഇതാണ് x2, ഇത് y2. അപ്പൊ എങ്ങനെ വരും കൂട്ടുകാരെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും x2ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? x കൊടുക്കണം. അപ്പൊ x മൈനസ് x1ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? y എന്ന് കൊടുക്കണം. y1ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? ആർ സ്ക്വയർ എന്ന് കൊടുക്കണം. കാര്യം ക്ലിയർ ആയോ? അപ്പൊ x മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? x സ്ക്വയർ എന്ന് വരും പ്ലസ് y മൈനസ് 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? y. പിന്നെ ബാക്കി പുറത്തായിരുന്നു y സ്ക്വയർ പ്ലസ് ഈ ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആറിന് എത്ര തന്നിട്ടുണ്ട്? 3. അപ്പൊ 3ന്റെ എത്ത് വരും? സ്ക്വയർ എന്ന് വരും. കാര്യം ക്ലിയർ? 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പൊ നമ്മുടെ സർക്കിൾ ഇക്വേഷൻ എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണ്. കാര്യം ക്ലിയർ ആയി കൂട്ടുകാർ എല്ലാവർക്കും? ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? അടുത്ത പ്രോബ്ലത്തിൽ പോവാം. Another problem. A line is drawn through the point A 1,2 and B 5,10. What is the slope of the line? Write the equation of this line. Write the equation of the line passing through the origin having slope 2. എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കൂട്ടുകാർ വേഗം പറയൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ലൈനിലെ കോർഡിനേറ്റ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ എത്രയാണ്? 1,2ഉം ബി എത്രയാണ് തന്നിരിക്കുന്നത്? 5,10 തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നത്? വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ? ഓക്കെ, അപ്പൊ സ്ലോപ്പിന് ഇക്വേഷൻ എന്താണ് കൂട്ടുകാർ? പറയും സ്ലോപ്പിന് ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ പിന്നെ എങ്ങനെ വരും? x2 മൈനസ് x1 വരും. അപ്പൊ ഇതിൽ y1 ആരാണ്? y2 ആരാണ്? x1 ആരാണ്? x2 ആരാണ്? ഇത് x1, ഇത് y1, ഇതാരാണ്? x2, ഇത് y2. അപ്പൊ എങ്ങനെ വരും? y2 എന്ന് പറയുമ്പോൾ 10. അപ്പൊ 10 മൈനസ് 2 ഡിവൈഡ് ബൈ x2 എത്രയാണ്? 5 മൈനസ് 1. അപ്പൊ 10 മൈനസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 ബൈ
5 മൈനസ് 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും 4. അപ്പൊ 8/4 ചെയ്യുമ്പോൾ എത്ര കിട്ടും കൂട്ടുകാരെ 2 കിട്ടും. അപ്പൊ നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ് 2 ആണ്. കാര്യം ക്ലിയർ ആയോ? എത്രയാണ് 2 ആണ്. ഇനി അത് ബി പാർട്ട് എന്താണ്? ബി പാർട്ട് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. നമുക്കറിയാം ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് എന്ത് വേണം? ഒരു പോയിന്റ് വേണം, സ്ലോപ്പും വേണം. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൽ x,y എന്നൊരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതിൽ y2 ആരാണ് കൂട്ടുകാരെ? ഇത് x1, ഇത് y1. ഇതാരാണ്? x2, ഇതാരാണ്? y2. അപ്പൊ എങ്ങനെ വരും? y2 എന്ന് പറയുമ്പോൾ ആരാണ്? y. അപ്പൊ y മൈനസ് y1 ആരാണ്? 2 ഡിവൈഡ് ബൈ x2 ആരാണ്? x മൈനസ് 1 എന്ന് വരും. കാര്യം ക്ലിയർ ആയി? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം സെഷൻ നോക്കിയതാണ് സ്ലോപ്പ്. ഒരു ലൈൻ എത്ര സ്ലോപ്പേ ഉള്ളൂ? ഒരൊറ്റ സ്ലോപ്പേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ സ്ലോപ്പ് എത്ര കണ്ടുപിടിച്ചു? 2 എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ഈ സ്ലോപ്പിന് ഒരു എത്ര കൊടുക്കാം? 2 കൊടുക്കാം. കാര്യം ക്ലിയർ ആയോ? ഇനി ചെയ്യുന്ന കാര്യം എന്താണ്? ഈ x മൈനസ് 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ഇവിടെ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കണം, ചുമ്മാ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ 2 ഇൻറ്റു x മൈനസ് 1 ഇസ് ഈക്വൽ എങ്ങനെ വരും? y മൈനസ് 2 എന്ന് വരും. കാര്യം ക്ലിയർ ആയോ? ഇനി 2 കൊണ്ട് ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു x ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2x കിട്ടും. 2 ഇൻറ്റു മൈനസ് 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു y മൈനസ് 2 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഈ എല്ലാ ടേമും നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ കൊണ്ടുവന്ന് 0 ആക്കി നമുക്ക് എഴുതണം. കാരണം ഇപ്പൊ ഞാൻ എന്താണ് 2x അവിടെ കൊണ്ടുപോകാത്തത്? കാര്യം 2x സൈൻ ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവന്നാൽ മതിയായിരിക്കും. അപ്പൊ എങ്ങനെ വരും? 2x മൈനസ് 2 മൈനസ് y പ്ലസ് 2 ഈസ് എത്ര കിട്ടും? 0. ഈ മൈനസ് y എവിടെ നിന്ന് വന്നു? കാരണം പ്ലസ് y പ്ലസ് എടുക്കുമ്പോൾ -y, -2 ഇപ്പുറത്ത് എന്താണ് മാറുക? +2 ആയിട്ട് മാറും. അപ്പൊ 2x ഇന്ന് എക്സ് അതിനകത്ത് ഇതാണ്ടാണ് വൈന്റെ. അപ്പൊ വൈന്റെ മുകളിൽ മൈനസ് ആകുമ്പോൾ -y. ഇനി ഇതുണ്ട്, ഇത് -2, ഇത് +2. അപ്പൊ രണ്ട് കട്ടായി പോയിട്ട് ആൻസർ 0 കിട്ടും. അപ്പൊ 2x മൈനസ് y is 0. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഈ ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞത്. അപ്പൊ എന്താണ് ലൈനിന്റെ ഇക്വേഷൻ? 2x മൈനസ് y is എത്ര കിട്ടി? 0 എന്ന് പറഞ്ഞു കിട്ടി. കാര്യം ക്ലിയർ ആയ കൂട്ടുകാരെ എല്ലാവർക്കും? ഓക്കെ. അടുത്ത സി പാർട്ട് എന്താണ്? സി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സി പാർട്ട് കണ്ടുപിടിക്കേണ്ടത്? അതായത് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആ ലൈന് പാസ് ചെയ്ത് പോകുന്നത് എവിടെയാണ്? ഒറിജിനിൽ കൂടിയാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈനിന്റെ ഈ പോയിന്റ് ലൈൻ ഇവിടെ ലൈൻ വരച്ചു. ഈ ലൈനിന്റെ ഇവിടെ എന്താണ് 0,0യും പിന്നെ വേറൊരു പോയിന്റ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് എത്ര അറിയാം? -2 എന്നറിയാം. സ്ലോപ്പ് എത്രയെന്ന് അറിയാം? -2 എന്നറിയാം. അപ്പൊ നമുക്ക് ഇത്രയും മതി, ഒരു പോയിന്റും ഒരു സ്ലോപ്പ് മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x,y എന്ന് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ നെക്സ്റ്റ് പേജിൽ ചെയ്ത് അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പൊ എന്ത് ചെയ്തു? ലൈൻ വരച്ചു, 0,0 എന്ന് മാർക്ക് ചെയ്തു. ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയെന്നാണ് തന്നിട്ടുള്ളത്? -2 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും മതി, ധാരാളം. അതേ ഒരു പോയിന്റും ഒരു സ്ലോപ്പും മതിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? x,y എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്ത് സ്ലോപ്പിന് ഇക്വേഷൻ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് വരും. കാര്യം ക്ലിയർ ആയോ? x2 മൈനസ് x1. അപ്പൊ സ്ലോപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? -2 ഇസ് ഈക്വൽ ടു y2 എത്രയാണ്? y2 ഒരു y കൊടുക്കണം, മൈനസ് y1 വരെ എത്ര കൊടുക്കണം? 0 കൊടുക്കണം, ബൈ x2 വരെ എത്ര കൊടുക്കണം? x കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഒരു -0 എന്ന് പറഞ്ഞു വരും. കാര്യം ക്ലിയർ ആയ കൂട്ടുകാരെ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഓക്കെ -2 ഇസ് ഈക്വൽ ടു y മൈനസ് 0 എന്ന് പറയുമ്പോൾ y, x മൈനസ് 0 എന്ന് പറയുമ്പോൾ x. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ എങ്ങനെ കിട്ടും? ബാക്കി -2x ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താണ്? എക്സിന് സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഈ -y ഈ സൈഡിൽ കൊണ്ട് -2x ഈ സൈഡിൽ കൊണ്ടുപോകണം. അപ്പൊ എത്ര കിട്ടും? 2x നേട്ടം. ഇനി അവിടെ ഓൾറെഡി അവിടെ ആരുണ്ട്? y ഉണ്ട്. y ന്റെ മുന്നിൽ സൈൻ നിലയിൽ പ്ലസ് ഉണ്ട്. ഇസ് ഈക്വൽ എത്ര പറഞ്ഞു? 0. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമുക്ക് ഒറിജിനും സ്ലോപ്പ് -2 ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ. കാര്യം ക്ലിയർ ആയോ? 2x പ്ലസ് y ഇസ് ഈക്വൽ എത്ര കിട്ടി? 0 കിട്ടി. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഷുവർ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ. പാരലോഗ്രാമിന്റെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാരലോഗ്രാമിന്റെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോഴത്തേക്കും 3 കോർഡിനേറ്റ് തന്നിട്ട് 4ാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയും. 4ാമത്തെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയാം. മീൻസ് അതായത് 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് എന്നിട്ട് 4ാമത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയും. കാര്യം ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചേട്ടോളൂ. പാരലോഗ്രാം തന്നിട്ട് അടുത്ത 4ാമത്തെ പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പോയിന്റ്സ് എടുക്കണം. ഈ ഓപ്പോസിറ്റ് പോയിന്റ്സിൽ എക്സ് കോർഡിനേറ്റ് ആരാണ്? 2 അല്ലെ? എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 2. ഈ 2ഉം 4ഉം കൂട്ടണം. അപ്പൊ 2 + 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6. ഇതേ 6 ആയിരിക്കും ആര് കിട്ടുന്നത്? ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നത്. കാര്യം ക്ലിയർ? അതായത് ഇവിടത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നത് എന്തിനു തുല്യമായിരിക്കും? ഇവിടത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ എനിക്കിപ്പോ അറിയാൻ പാടില്ലല്ലോ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ തൽക്കാലം എന്തായിട്ട് എടുത്തു? x, y ആയിട്ട് എടുത്തു. അപ്പൊ എന്താണ് പ്രത്യേകത പറഞ്ഞ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഈ കോർണറിലെ എക്സ് കോർഡിനേറ്റും അതിന് ഓപ്പോസിറ്റ് കോർണറിലുള്ള എക്സ് കോർഡിനേറ്റ് ആരാണ്? 4. ഇത് രണ്ടും കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും?
ഇവിടത്തെ മറ്റേ രണ്ട് കോർണേഴ്സ് ഓപ്പോസിറ്റ് കോർണേഴ്സ് കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാണ് 0 പ്ലസ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാണ് എക്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 2 + 4 എത്ര കിട്ടും? 6 = 0 + x എത്ര കിട്ടും? എക്സ് കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ് കോർഡിനേറ്റ് ആരാണ്? 6 ആണ്. കാര്യം ക്ലിയർ ആയല്ലോ? നമുക്ക് വൈ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് നമ്മള്? അതായത് ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വൈ കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 8 + 2 = എന്നിട്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് നമ്മൾ എഴുതണം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. അല്ലെങ്കിൽ മേളിലത്തെ സിയിലെ വൈ കോർഡിനേറ്റ് ആണ് y ആണ്. നമ്മൾ y യുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി 8 + 2 10 0 + y എത്ര y കിട്ടും? അപ്പോൾ നമ്മുടെ ഇവിടെ വൈ കോർഡിനേറ്റ് ആരാണ്? 10 ആണ്. അപ്പൊ 6,10 ഇതാണ് നമ്മുടെ അടുത്ത ലാസ്റ്റ് കോർഡിനേറ്റ്. കാര്യം ലാസ്റ്റ് പോയിന്റ് കോർഡിനേറ്റ്സ്. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 6,10 ആണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പെർഫെക്റ്റ് അല്ലേ? ഇനിയാണ് ഒരു ഹൈലൈറ്റിംഗ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്? അതായത് ഇതാണ് ഡയഗണൽ. ഒരു കോർണർ ഓപ്പോസിറ്റ് കോർണറിൽ വരയ്ക്കുന്ന ലൈനാണ് ഡയഗണൽ. അപ്പൊ നമുക്ക് എത്ര ഡയഗണൽ വരയ്ക്കാം? 2 ഡയഗണൽ വരയ്ക്കാം. അപ്പൊ ഈ 2 ഡയഗണൽ വരച്ചു. അപ്പൊ ഈ 2 ഡയഗണൽ വരയ്ക്കുമ്പോൾ ഇത് 2 കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിന് എന്ത് കണ്ടുപിടിക്കാണ് പറഞ്ഞത്? കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു കാര്യം ഓർത്തോളൂ, അത് വെരി ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്. അതായത് തന്നിരിക്കുന്ന ഒരു ഫിഗർ പാരലോഗ്രാം ആണോ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറെ വഴികളുണ്ട്. അല്ലെ ഏറ്റവും എളുപ്പം വഴി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 4 കോർഡിനേറ്റ് തന്നിരിക്കും. 4 കോർണേഴ്സിൽ കോർഡിനേറ്റ് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് കോർണേഴ്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഈ ഡി ബിയുടെ മിഡ് പോയിന്റ് എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത് കിട്ടുന്നത്? എ സിയുടെ മിഡ് പോയിന്റും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഈ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഈ പോയിന്റ് 2 ഡയഗണൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിഡ് പോയിന്റ് ആയിരിക്കും. എന്തായിരിക്കും? മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റ് മധ്യബിന്ദു. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോമുല ഉണ്ട്, എല്ലാം കൂടെ ശ്രദ്ധിച്ചോളൂ. മിഡ് പോയിന്റ് ഫോമുല. അപ്പൊ മിഡ് പോയിന്റ് ഫോമുല എന്താണെന്ന് പറയുമ്പോഴത്തേക്കും x1 + x2/2, y1 + y2/2. എന്താണ്? x1 + x2/2, y1 + y2/2. കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ x1 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ x1 ഇപ്പൊ ഞാൻ തൽക്കാലം എന്താ എടുത്തു? എ ബിയുടെ മിഡ് പോയിന്റ് എടുത്തു. എന്താണ് എടുത്ത? AC. അത് മതി, എസിയുടെ മിഡ് പോയിന്റ്. അപ്പം ആ എന്റെ അവിടുത്തെ കോർഡിനേറ്റ് x1 y1, സിന്റെ അവിടുത്തെ കോർഡിനേറ്റ് ആണ് x2 y2. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ വരും? x1 എന്ന് പറയുമ്പോൾ 0. അപ്പൊ 0 + x2 എത്രയാണ്? 6/2, പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? y1 ആരാണ്? 0. അപ്പൊ 0 + y2 ആരാണ്? 10 എത്ര വരും? 2 എന്ന് വരും. കാര്യം ക്ലിയർ ആയോ? 0 + 6 എത്ര വരും? 6/2, 0 + 10 എത്ര വരും? 10/2. കാര്യം ക്ലിയർ ആയ? 6/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. 10/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5. അപ്പൊ നമ്മുടെ ഈ മിഡ് പോയിന്റ് നമ്മുടെ പല 2 ഡയഗണലോട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 3,5. കാര്യം ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 3,5, 6,7 and 9,9 ആർ ഓൺ ദി എവിടെയാണ്? സെയിം ലൈൻ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ കുറെ വഴികളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ, അതായത് ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണ് അല്ലയോ ഇത് കണ്ടുപിടിക്കുക. അത് ചെക്ക് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചും ചെയ്യാം, സ്ലോപ്പ് വെച്ചും ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചും ചെയ്യാം, സ്ലോപ്പ് വെച്ചും ചെയ്യാം. കാര്യം ക്ലിയർ ആയോ? അപ്പൊ സ്ലോപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആയോ? അതായത് നമുക്ക് നോക്കാം. അതായത് 3 പോയിന്റും ഒരേ ലൈനിലാണെങ്കിൽ പ്രത്യേകം എന്തായിരിക്കും കൂട്ടുകാർ? നിങ്ങൾ തന്നെ പറയോ? 3 പോയിന്റും ഒരേ ലൈനിലാണെങ്കിൽ പ്രത്യേകം എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ല, 3 പോയിന്റ് ഒരേ ലൈനിലാണെങ്കിൽ ഈ 2 പോയിന്റ്സിന്റെ ഏത് 2 പോയിന്റ്സ് അകത്ത് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആൻസർ ആയിട്ടുള്ള ഒരു ഒറ്റ വാല്യൂ കിട്ടുള്ളൂ. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ പോരെ? കാര്യം ക്ലിയർ? ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. അതായത് ഇത് തൽക്കാലം എ എന്നിരുന്നോട്ടെ, ഇത് ബി എന്നിരുന്നോട്ടെ, സി എന്നിരുന്നോട്ടെ. അപ്പൊ ഇപ്പൊ ഈ 3 പോയിന്റ് ഈ ലൈനിലാണ് സങ്കല്പിച്ചോളൂ. എ ഇവിടെയാണ്, ബി ഇവിടെയാണ്, സി ഇവിടെയാണ് സങ്കല്പിച്ചോളൂ. എങ്കിൽ ഈ പ്രത്യേകം എന്തായിരിക്കും? എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും എ സിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും ആൻസർ കിട്ടുള്ളൂ. ഒരു ഒറ്റ വാല്യൂവിൽ കിട്ടുള്ളൂ. 1 വാല്യൂ മാത്രമേ ഇവിടെ കാണുള്ളൂ. കാര്യം ക്ലിയർ ആയി? അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ് ഓഫ് എ ബി ഇസിക്കുള്ള എങ്ങനെ വരും? സ്ലോപ്പിന് ഇക്വേഷൻ എന്താണ്? y2 - y1 / x2 - x1. കാര്യം ക്ലിയർ ആയോ? അപ്പൊ y2 ആരാണ്? y2 എ ബി എടുക്കുമ്പോൾ ഇത് x1 y1, x2 y2. അപ്പൊ എങ്ങനെ വരും? 7 - 5 / x2 ആരാണ്? 6 - 3. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 3 - 7 - 5 ചെയ്യുമ്പോൾ എത്ര? 2/6 - 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/3 കിട്ടി. അപ്പൊ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ച് 2/3 കിട്ടി. നമുക്ക് ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ബി സി അപ്പൊ സ്ലോപ്പ് എങ്ങനെ വരും? സ്ലോപ്പ് എങ്ങനെ വരും? y2 - y1 / x2 - x1. x2 - x1. അപ്പൊ y2 എത്രയാണ് കൂട്ടുകാരെ? y2 ഇനി ബി സി എടുക്കുമ്പോൾ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ y2 എത്രയാണ്? y2
9 മൈനസ് 7 ഡിവൈഡ് ബൈ പിന്നെ എങ്ങനെ വരും 9 മൈനസ് 6 എന്ന് വരും. അപ്പൊ 9 മൈനസ് 7 ചെയ്യുമ്പോൾ 3 കിട്ടും 2 കിട്ടും. 9 മൈനസ് 6 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പൊ 2/3 കിട്ടി. കാര്യം ക്ലിയർ ആയോ? ഇനി എ സി കണ്ടുപിടിച്ചാൽ ആൻസർ സ്ലോപ്പ് എത്ര കിട്ടുള്ളൂ? 2/3 കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3 പോയിന്റ് എവിടെ ഉള്ളതാണ്? സെയിം ലൈനാണ്. അപ്പൊ ലാസ്റ്റ് ചെയ്താണ് ഹിയർ സ്ലോപ്പ് ബിറ്റ്വീൻ all point is 2/3. Therefore, these points lie on the same line. Therefore, these points lie on the same line. കാര്യം ക്ലിയർ ആയി? lie on the same line. കാര്യം ക്ലിയർ ആയാലും കൂട്ടർ എല്ലാവർക്കും ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. എന്താണ് അടുത്ത പ്രോബ്ലം? A 2,3, B 8,5 and C 4,7 are the coordinates of the vertices of a triangle ABC. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിലെ 3 വെർട്ടീസസിലെ കോർഡിനേറ്റ്സ് ആണ് 2,3, 8,5, 4,7. P is the midpoint of B and Q is the midpoint of BC. Find the coordinates of P and Q. Find the distance between P and Q. എളുപ്പം ക്വസ്റ്റൻ. അതായത് നോക്കി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി അവർ എന്താണ് പറയുന്നത്? അതായത് ഇത് A, തൽക്കാലം ഇത് A, ഇതാരാണ്? ഇത് ബി, ഇത് സി. ഇങ്ങനെ എടുത്തു തൽക്കാലം. ഓക്കെ, എ ബി സി എടുത്തു. അപ്പൊ എയിലെ കോർഡിനേറ്റ് എത്ര തന്നിട്ടുള്ളൂ? 2,3 തന്നിട്ടുണ്ട്. ബിയിലെ കോർഡിനേറ്റ് എത്രയാണ്? 8,5 തന്നിട്ടുണ്ട്. പിന്നെ സിയിലെ കോർഡിനേറ്റ് അവിടെ എത്ര തന്നിട്ടുണ്ട്? 4,7 തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിന്റെ മിഡ് പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? സി നമ്മുടെ എന്താണ്? ബി സി. ബി സിന്റെ മിഡ് പോയിന്റ് ആരാണ്? ക്യൂ ആണ്. ബി സിന്റെ മിഡ് പോയിന്റ് ആരാണ്? ക്യൂ. എങ്കിൽ ഫൈൻഡ് ദ കോർഡിനേറ്റ് പി ആൻഡ് ക്യൂ. പിയിലെ ക്യൂയിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഈ പി എന്ന് പറയുന്ന മിഡ് പോയിന്റ് അല്ലേ? എ ബിയുടെ മിഡ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? മിഡ് പോയിന്റ് ഓഫ് ആരാണ്? മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് പോയിന്റ് ഫോമിൽ അല്ലേ? എങ്ങനെ വരും? x1 പ്ലസ് x2/2 കോമ പിന്നെ എങ്ങനെ വരും? y1 പ്ലസ് y2/2. കാര്യം ക്ലിയർ ആയോ? അപ്പൊ x1 എത്രയാണ്? x1 2 പ്ലസ് x2 എത്രയാണ്? 8/2 കോമ y1 എത്രയാണ്? 3 പ്ലസ് 5/2. ഓക്കെ, അപ്പൊ 2 പ്ലസ് 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. അപ്പൊ 10/2 കോമ 3 പ്ലസ് 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8/2. കാര്യം ക്ലിയർ ആയോ? 10/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 8/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ നമ്മുടെ പിയിലെ കോർഡിനേറ്റ് എത്രയാണ് കൂട്ടുകാരെ? കോർഡിനേറ്റ്സ് എത്രയൊക്കെയാണ്? 4, 5, 4. കാര്യം ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂവിലെ കോർഡിനേറ്റ്. അപ്പൊ ക്യൂ അപ്പൊ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ആരാണ്? ഒരു മിനിറ്റ്. നമുക്ക് എന്ത് ചെയ്താം? മിഡ് പോയിന്റ് ഓഫ് ആരാണ്? മിഡ് പോയിന്റ് ഓഫ് ബി സി. അതാണ് ക്യൂ എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് ഓഫ് ബി സി എന്ന് പറയുമ്പോൾ ആരാണ്? ക്യൂ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? x1 പ്ലസ് x2/2 കോമ y1 പ്ലസ് y2/2. y1 പ്ലസ് y2/2. അപ്പൊ x1 പ്ലസ് x2 ചെയ്യുമ്പോൾ എത്ര കിട്ടും കൂട്ടുകാരെ? 8 പ്ലസ് 4/2. ഇവിടെ ഇതാണ് x കോർഡിനേറ്റ്. ഈ x കോർഡിനേറ്റ് ഇതാണ് x1, ഇത് y1, x2 ഇത് y1, ഇതാരാണ്? y2. അപ്പൊ എങ്ങനെ വരും? 8 പ്ലസ് 4/2 കോമ y1 എത്രയാണ്? 5 പ്ലസ് 7/2. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 8 പ്ലസ് 4 ചെയ്യുമ്പോൾ എത്ര? 12. അപ്പൊ 12/2 കോമ 5 പ്ലസ് 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? 12/2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 6,6 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? 6,6. ഓക്കെ ആണ് എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ക്യൂവിലെ കോർഡിനേറ്റ് എത്രയാണ്? 6,6. എല്ലാവർക്കും ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു എളുപ്പം ക്വസ്റ്റൻ എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിയിലെയും ക്യൂവിലെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ അത് എന്ത് ഫോർമുല ഉപയോഗിക്കണം? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. എന്താണ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ നമുക്ക് നോക്കാം. പി ഇതാണ്, ക്യൂ ഇതാണ്. പിയിലെ കോർഡിനേറ്റ് നമുക്ക് എത്ര കിട്ടി? 6,8 അല്ല 5,4. നമുക്കിവിടെ എന്ത് ചെയ്താൽ 5,4 പിന്നെ അടുത്ത ആരാണ്? 6,6. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുല ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ക്യൂ പി ക്യൂ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എന്നാ ഡിസ്റ്റൻസ് ഫോർമുല പറയും കൂട്ടുകാർ എല്ലാവരും എങ്ങനെയാണ്? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y. ഒരു മിനിറ്റ്. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരാണ്? പി ക്യൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യൂ. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യൂ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ഫുള്ള് റൂട്ട് ആണ്. ഫുള്ള് റൂട്ട്. കാര്യം ക്ലിയർ ആയാലും എങ്ങനെയാണ് വരുന്നതെന്ന്? അപ്പൊ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇനി തലക്ക് പി ക്യൂ നേതാ, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി നോക്കിയോ റൂട്ട് ഓഫ് x2 ആരാണ്? ഇത് എപ്പോഴും ആദ്യം വരുന്ന x1 y1, x2 y2. കാര്യം ക്ലിയർ ആയല്ലോ?
അപ്പൊ നോക്കിക്കോളൂ x2 എന്ന് പറയുമ്പോൾ എത്രയാണ് 6. അപ്പൊ 6 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എത്രയാണ് 6 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ വരും? റൂട്ട് ഓഫ് 6 മൈനസ് 1 6 മൈനസ് 5 എത്ര കിട്ടും 1, പിന്നെ പുറത്ത് സ്ക്വയർ കൊടുത്ത് പ്ലസ് 6 മൈനസ് 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും 2, പിന്നെ പുറത്തായിട്ട് സ്ക്വയർ ഉണ്ട്. കാര്യം ക്ലിയർ ആയോ? ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് 1 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് 4. അപ്പൊ 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 1 പ്ലസ് 4 ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് റൂട്ട് 5. അപ്പൊ പി ക്യൂന് ഡിസ്റ്റൻസ് എത്രയാണ് റൂട്ട് 5 യൂണിറ്റ് ആണ്. കാര്യം ക്ലിയർ ആയി കൂട്ടുകാരെ? എങ്ങനെയാണെന്ന് എളുപ്പമല്ലേ? ഓക്കെ സോ കൂട്ടുകാരെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി പി 5,0 ക്യൂ 6,1 and R3,1 are the midpoints of sides BC, CA and AB respectively. What is the most suitable name for the quadrilateral BPQR? BPQR ന് ഏറ്റവും പറ്റിയ ഒരു പേര്, അതായത് സ്ക്വയർ ആണോ, റോംബസ് ആണോ, പാരലോഗ്രാം ആണോ, ട്രപ്പീസ് ആണോ, അങ്ങനെ എന്താണ് ഇതിന്റെ പേര്? അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ വാട്ട് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ PQR? അതായത് ഈ സൈഡിന് മിഡ് പോയിന്റ് ഇതാണ്, ഈ സൈഡിന് മിഡ് പോയിന്റ് ഇതാണ്, ഈ സൈഡിന് മിഡ് പോയിന്റ് ഇതാണ്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും കണക്ട് ആക്കി. അപ്പൊ കറക്റ്റ് ഈ ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പിന്നെ ഈ ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഒരു പാരലോഗ്രാം എന്ന് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും നമുക്ക്? പാരലലോഗ്രാം. കാര്യം ക്ലിയർ ആയ കൂട്ടർ എങ്ങനെയാണ് പാരലോഗ്രാം എന്നിട്ട് ഇനി അടുത്ത ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് സി. എളുപ്പമാണ്, ബിയിലെയും സിയിലെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് നമുക്ക് ഒന്നുമില്ല, അതായത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കോളൂ, ഇത് നമുക്കൊരു പാരലോഗ്രാം അല്ലേ? തൊട്ട് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പാരലോഗ്രാമിന് 3 കോർഡിനേറ്റ്സ് തന്നിട്ട് 3 പോയിന്റ് തന്നിട്ട് 4ാമത്തെ പോയിന്റിലെ കോർഡിനേറ്റ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റുള്ള എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മറ്റേ കോർണേഴ്സിലെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെ വരും? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാണ് 3. അപ്പൊ 3 പ്ലസ് ഇതിന്റെ ഓപ്പോസിറ്റ് എക്സ് കോർഡിനേറ്റ് 5. അപ്പൊ ഇതിനെ കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് അറിഞ്ഞിട്ട് നമ്മൾ എന്താ എടുക്കണം? എക്സ് കോമ വൈ ആയിട്ട് എടുക്കണം. അപ്പൊ എങ്ങനെ വരും? 6 പ്ലസ് വൈ എന്ന് കിട്ടും. സോറി 6 പ്ലസ് എക്സ് എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 3 പ്ലസ് 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ്. കാര്യം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് എങ്ങനെ പിടിക്കാം? 6 ഈ സൈഡിൽ കൊണ്ടുപോയതില്ല. അപ്പൊ എങ്ങനെ വരും? 8 മൈനസ് 6 ഇസ് ഈക്വൽ ടു എക്സ് കിട്ടും. അപ്പൊ എത്ര? 2 ഇസ് ഈക്വൽ ടു എക്സ് കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ബിയിലെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആരാണ്? 2 ആണ്. ഇത് കണക്ക് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം? ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റ് കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് കൂട്ടുന്നത് തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെ വരും കൂട്ടുകാരെ? 1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? 1 പ്ലസ് വൈക്ക് ഈക്വൽ ആയിരിക്കും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ വരും? നമുക്ക് വൈ ആണ് വേണ്ടത്. അപ്പൊ ഈ +1 ഈ സൈഡിൽ കൊണ്ടു. അപ്പൊ എങ്ങനെ കിട്ടും? 1 + 0 1. ഇനി +1 അവർ -1 ഈക്വൽ വൈ കിട്ടൂല. അപ്പൊ എത്ര ആയിട്ട്? വൈ 0 കിട്ടും. കാര്യം ക്ലിയർ? അപ്പൊ നമ്മൾ വൈ എത്ര ആയിട്ട്? 0 കിട്ടും. അപ്പൊ 2,0 ഇതാണ് നമ്മുടെ ബിയിലെ കോർഡിനേറ്റ്. കാര്യം ക്ലിയർ ആയോ? ഇതാണ് സിയിലെയും കണ്ടുപിടിക്കാം. അപ്പൊ സിയിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അതായത് സി നമുക്ക് തന്നെ ഇങ്ങനെ വരച്ചു. ഇത് മിഡ് പോയിന്റിൽ ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റ് കണക്ട് ആക്കി. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു ഫിഗർ കിട്ടിയില്ലേ? ഈ ഫിഗർ എന്തായിരിക്കും? ഒരു പാരലോഗ്രാം ആയിരിക്കും. കാര്യം ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയേ? 3 പോയിന്റ് ഉണ്ടല്ലേ? 4 പോയിന്റ് കോർഡിനേറ്റിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് തൽക്കാലം എക്സ് കോമ വൈ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് കോർണേഴ്സിലെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മറ്റേ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെ വരും? ഇത് കൂട്ടുകാർ എഴുതിയല്ലോ അല്ലെ? ഞാൻ മാറ്റിയാണേ. അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തെ പേജ് എഴുതി കാണിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അതായത് എങ്ങനെ വന്നു? ഞാൻ എന്താണ് ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പാരലോഗ്രാം കിട്ടി. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഇത് തൽക്കാലം എന്തോട്ടിരുന്നോട്ടെ? എക്സ് കോമ വൈ ആയിട്ട് ഇരുന്നോട്ടെ. അപ്പൊ എങ്ങനെ വരും? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടണം. അപ്പൊ എങ്ങനെ കിട്ടും? 3 പ്ലസ് എക്സ്. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും കൂട്ടുകാരെ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെ കിട്ടും? 6 പ്ലസ് 5 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇത് എക്സ് കണ്ടുപിടിക്കാം. 3 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. ഇനി നമുക്ക് എക്സ് അല്ലേ വേണ്ട. അപ്പൊ 3 ആ സൈഡ് ഇപ്പൊ എന്താ മാറും? -3 ആയിട്ട് മാറാം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 3 എന്ന് വരും. കാര്യം ക്ലിയർ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 8 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? 8 കിട്ടി. ഇത് എനിക്ക് നിങ്ങൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയോ? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് വേറെ കോർഡർ ചെയ്യുക. അതായത് കുറച്ചൊരു സുഖം. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റും കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റ്. അപ്പൊ എങ്ങനെ വരും? 1 പ്ലസ്
y is equal to പിന്നെ ഇവിടുത്തെ y കോർഡിനേറ്റ് 1 പ്ലസ് 0 എന്ന് പറഞ്ഞു വരും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ വരും കൂട്ടുകാരെ? y യിലെ വേണ്ടത് അപ്പം ഈ 1 ഈസ് -1. ഓക്കെ, അപ്പൊ y ഈസ് ഈക്വൽ 1 പ്ലസ് 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. ഇനി പ്ലസ് 1 അവിടെ പോയി എന്താണ് മാറും? -1. അപ്പൊ 1 - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എത്ര കിട്ടി? അപ്പൊ ഈ കോർഡിനേറ്റ് എത്ര കിട്ടും നമുക്ക്? 8,0 എന്ന് പറഞ്ഞു കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഈ ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എല്ലാ കൂട്ടരും എന്ത് ചെയ്യണം? ഇന്ന് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും ശ്രദ്ധയോടെ കേട്ട് പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. സോ ബൈ ഡിയേഴ്സ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീ യു.